14:1 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. വായിച്ചാട്ടെ. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പിൻ. ദൈവത്തിൽ വിശ്വസിപ്പിൻ. എന്നിലും വിശ്വസിപ്പിൻ. എന്നിലും വിശ്വസിപ്പിൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ശ്രദ്ധിക്കണേ, ഇത് പറയാനുണ്ടായ സാഹചര്യം തൊട്ട് 13 അധ്യായം വായിക്കുമ്പോൾ യേശു കർത്താവ് തൻ്റെ ജീവിതത്തിൽ നേരിടാൻ പോകുന്ന ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നു. 13 അധ്യായത്തിനകത്ത് കർത്താവ് പെസഹ പെരുന്നാളിന് മുമ്പേ ലോകം വിട്ട് പിതാവിൻ്റെ അടുക്കൽ പോകാനുള്ള നാഴിക വന്നു എന്ന് യേശു അറിയുന്നു. 13:1 അത് അറിയുന്നു. ലോകത്തിൽ തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ അവസാനത്തോളം സ്നേഹിച്ചു. കണ്ടോ, യേശു എങ്ങനെ സ്നേഹിച്ചു? തനിക്കുള്ളവരെ എങ്ങനെ സ്നേഹിച്ചു? ആദ്യം സ്നേഹിച്ചതുപോലെ അവസാനത്തോളം സ്നേഹിച്ചു. യേശു ഈ ഭൂമിയിൽ ജനിച്ചത് മരിക്കാനായിട്ട് വന്നതാ. എങ്ങനെ, എന്തിനാ വന്നേ? നമ്മൾ ജീവിക്കാനായിട്ടല്ലേ ജനിച്ചേ. പക്ഷെ യേശു വന്നത് അങ്ങനെയല്ല, മരിക്കാനായിട്ട് ജനിച്ചു. അങ്ങനെ ഒരാളെ ഉള്ളതാരാ? യേശു. മരിക്കാനായിട്ട് ജനിച്ചു. ആർക്ക് വേണ്ടി മരിക്കാൻ? എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി മരിക്കാൻ. എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി മരിക്കാൻ ജനിച്ച ഒരാളെ ഉള്ളതാരാ? യേശു ക്രിസ്തു. അപ്പോൾ യേശു ക്രിസ്തു മരിക്കാൻ ഈ ഭൂമിയിൽ ജനിച്ചു. യേശു ക്രിസ്തുവിൻ്റെ ഓരോ ഡ്യൂട്ടികൾ നിറവേറ്റി. പക്ഷെ മരണത്തിനുള്ള സമയമായപ്പോൾ യേശു അത് അറിഞ്ഞു. കണ്ടോ, നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായി? അതാണ് 13 അധ്യായം അതിൻ്റെ 1 വാക്യം വായിക്കുമ്പോൾ, പെസഹ പെരുന്നാളിന് മുമ്പേ താൻ ഈ ലോകം വിട്ട് പിതാവിൻ്റെ അടുക്കൽ പോകുവാനുള്ള നാഴിക വന്നു എന്ന് യേശു അറിഞ്ഞിട്ട്, കണ്ടോ, യേശു എല്ലാം അറിഞ്ഞു. ഹല്ലേലൂയ. കാരണം കർത്താവിന് ഡ്യൂട്ടി ചെയ്യാനാണ് ആരെ വിട്ടെ? യേശുവിനെ വിട്ടത്. സത്യത്തിൽ അതായിരുന്നു, അതിനു വേണ്ടിയാണ് യേശു വന്നത്. ആ ഡ്യൂട്ടി തികഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് പൂർത്തീകരണത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായി? പൂർത്തീകരണം വരുന്നത് എങ്ങനെയാണ്? ക്രൂശ് മരണത്തിലൂടെ. സ്തോത്രം. ക്രൂശ് മരണത്തിലൂടെയാണ് അത് പൂർത്തീകരണം. പാട്ടുകാരൻ പാടി, ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. പകരം എന്തു നൽകും ഞാനിനി? ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനായി. 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 ഹല്ലേലൂയ. ശ്രദ്ധിക്കണമേ സ്നേഹിതരെ, ഇതിനകത്ത് എഴുതിയിരിക്കുന്നു യേശു കർത്താവിൻ്റെ ഡ്യൂട്ടി തികയാറായി എന്ന് പറഞ്ഞാൽ, ഡ്യൂട്ടി തികയുന്ന എവിടെ വെച്ചാ? കാൽവരി ക്രൂശിലെ മരണത്തിലൂടെ. മരണത്തിലൂടെ വേല തികയുന്നു. മരണം കഴിഞ്ഞ് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പിന്നെ ചില ദിവസം ശിഷ്യന്മാരോട് കൂടെ കർത്താവ് പറയും പോലെ പ്രത്യക്ഷപ്പെടുന്നു. ഇതിനകത്ത് ഓരോ മക്കളുടെ മേൽ ദൈവസാന്നിധ്യം ഇറങ്ങിക്കൊണ്ടിരിക്കുക. എന്തിനു വേണ്ടി? പിതാവിൻ്റെ ഇഷ്ടം പുത്രൻ ചെയ്തതുപോലെ യേശുവിൻ്റെ ഇഷ്ടം നമ്മളിലൂടെ വെളിപ്പെടുത്തുവാൻ. അമ്മേ, നിങ്ങൾക്ക് എത്രയൊക്കെ വെളിപ്പെടുന്ന എനിക്ക് അറിഞ്ഞുകൂടാ. ഈ വചന ആഴമായിട്ട് നമ്മളുടെ അകത്ത് ഇറങ്ങട്ടെ. സ്നേഹിതരെ, നമ്മൾ വിചാരിക്കും നമ്മളെ ഈ ഭൂമിയിലാക്കിയത് സ്തോത്രം ജനിക്കുക, സ്തോത്രം പഠിക്കുക, പാസ്സാകുക, നല്ല ഉന്നതങ്ങളിൽ എത്തിച്ചേരുക, വിവാഹം കഴിയുക, കുടുംബമാകുക, കുഞ്ഞുങ്ങളാകുക, അവരെ അടുത്ത് വിവാഹം കഴിച്ചു കൊടുക്കുക, വിറ്റും നട്ടും കുടിച്ചും ഒക്കെ ജീവിച്ച് സന്തോഷത്തോടെ അങ്ങനെ പോവുക. സ്തോത്രം ഒരു പരിധി കഴിഞ്ഞ് ഇവിടെ കണ്ണടച്ച് അവിടെ പോകുക എന്നല്ല ചിന്തിക്കുന്നത്. അല്ല, ഇതിൻ്റെ ഇടയ്ക്ക്, ഇത്രയും നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് എല്ലാ സ്ഥലത്തും യേശുവിനെ വെളിപ്പെടുത്താൻ, യേശുവിനെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാൻ, എല്ലായിടത്തും ഇതിനകത്തൂടെ പിതാവിൻ്റെ ഇഷ്ടം. എല്ലാറ്റിനും മേലായി ഒരേ ഒരു നാമം, സർവമുഴങ്കാലും മടങ്ങുന്ന നാമം. ഹല്ലേലൂയ. അപ്പോൾ ആ നാമം നമ്മുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുകയാണ്.
എല്ലാറ്റിനും മേലായി ഒരേ ഒരു നാമം, അത് യേശു നാമമാണ്. നോക്കിയേ, യേശു ജനിച്ചു, യേശു വളർന്നപ്പോഴും യേശുവിലൂടെ ഉള്ള പിതാവിൻ്റെ ഇഷ്ടം എന്തെന്നായിരുന്നു? മോനെ, നീ ഇവിടെ ഇരിക്കുമ്പോഴും എൻ്റെ മഹത്വമാകണം. കുടുംബത്തിനകത്ത്, വീടിനകത്ത് പപ്പയുടെ അമ്മയുടെ കൈക്കീഴിൽ ശുശ്രൂഷ ഒന്നും തുടങ്ങിയില്ല. അപ്പോഴും ഒരു പീരീഡ് യേശുവിനുണ്ടായിരുന്നു. 30 വയസ്സ് വരെ യേശുവിന് ഒരു ശുശ്രൂഷയും ചെയ്യാതെ ഒരു പീരീഡ് ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായി? ആ പീരീഡ് വരെ യേശു പിതാവ് പറഞ്ഞതുപോലെ മാതാപിതാക്കൾ കീഴ്പ്പെട്ട് ഭവനത്തിനകത്ത് താമസിക്കുകയാണ്. എന്നാൽ 30-ആം വയസ്സാകുമ്പോൾ സ്വർഗം ആ സ്നാനത്തിലേക്ക് പുറത്തെടുക്കുകയാണ്. സ്തോത്രം. സമയാസമയം നമുക്ക് ഒരു സമയമുണ്ട്. ഇന്ന് പഠിക്കുന്ന മക്കൾക്കൊരു സമയമുണ്ട്. പഠിക്കുക, പാസ്സാകുക, നല്ല മാർക്കോടെ പുറത്തു വരിക. ഒപ്പം ആ പഠനത്തിലൂടെ നമ്മളെ കർത്താവ് ഓരോ സൈറ്റിലൂടെ കൊണ്ടുപോവുകയാണ്. സ്തോത്രം. 1-ാം ക്ലാസ്സിൽ കൊണ്ടുപോയി, 2-ാം ക്ലാസ്സിൽ കൊണ്ടുപോയി. സ്തോത്രം. ഒരുപക്ഷെ ചിലപ്പോൾ ചില ക്ലാസ്സുകളിൽ സ്തോത്രം എങ്ങനെയായിരിക്കും? 1-ാം ക്ലാസ്സിലെ കുട്ടികളോടുകൂടി ആയിരിക്കും 2-ാം ക്ലാസ്സിൽ ഇരിക്കുന്നത്. ചിലപ്പോൾ 2-ലെ കുട്ടികളോടുകൂടി ആയിരിക്കും 3-ലും ഇരിക്കുന്നത്. ചിലപ്പോൾ ചില ക്ലാസ്സുകൾ അങ്ങനെ ആയിരിക്കത്തില്ല, മാറ്റി ക്ലാസ്സുകൾ വിടും. എന്നാൽ ഒരുപക്ഷെ 10-ാം ക്ലാസ് വരെ ഒരേ ക്ലാസ്സിലിരുന്നാലും ഒരുപാട് അയൽ ക്ലാസ്സുകളെ പരിചയം തരും, അധ്യാപകരെ പരിചയപ്പെടാൻ പറ്റും. ഹല്ലേലൂയ. അവിടെയെല്ലാം ദൈവത്തിന് എന്നിലൂടെയുള്ള ഇഷ്ടം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരേ ഒരു ഇഷ്ടം. ഞാൻ പറഞ്ഞുതരാം. യേശു ക്രിസ്തുവിനെ സ്തോത്രം സഭയിൽ പള്ളിയിൽ കൊണ്ടുപോകുന്നു അല്ലേ? അപ്പോൾ യാത്ര ചെയ്ത് പള്ളിയിൽ പോകുന്നു. യേശു ഇപ്പോൾ എവിടെ ഇരിക്കുക? സ്തോത്രം. ആൾക്കാരുടെ നടുവിൽ ഇരുന്ന് എന്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു? ദൈവവചനം. അമ്മയും അപ്പനും വിചാരിച്ച് യേശു കൂടെ വരുന്നു. തിരിച്ചു പോകുന്ന വഴിക്ക് മോനെ കാണാനില്ല. യേശുവിൻ്റെ അമ്മയും യേശുവിൻ്റെ പപ്പയും കൂടെ തിരിച്ചു പോയി. അവിടെ ചെന്നപ്പോൾ അവൻ ദൈവവചനത്തെ പറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് എത്രക്ക് മനസ്സിലായി? ഹല്ലേലൂയ. കണ്ടോ? അപ്പോഴും യേശുവിൽ ശുശ്രൂഷ തുടങ്ങിയില്ല. എന്നിട്ടും യേശു തൻ്റെ വേല കണ്ടോ, ശുശ്രൂഷ തുടങ്ങിയില്ല. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായെന്ന് എനിക്ക് പറയാൻ എനിക്കറിയത്തില്ല. പക്ഷെ നമ്മളിലൂടെ ഒരു ശുശ്രൂഷ വെളിപ്പെടും മുമ്പേയും യേശുവിനെ നമ്മളിലൂടെ മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തണമെന്ന് ദൈവം നമുക്കതിലൂടെ കാണിച്ചു തരികയാണ്. മക്കളെ സ്നാനപ്പെട്ടില്ല യേശു, അപ്പോഴും എങ്കിലും കനിഞ്ഞു നീ, എങ്കിലും ക്ഷമിച്ചു നീ, എങ്കിലും കനിഞ്ഞു നീ, എങ്കിലും ക്ഷമിച്ചു നീ. ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ. ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ. ഞാൻ യോഗ്യനല്ല യേശുവേ നിൻ നന്മ പ്രാപിപ്പാൻ. ഞാൻ യോഗ്യനല്ല യേശുവേ നിൻ സ്നേഹം പ്രാപിപ്പാൻ. ഹല്ലേലൂയ. നോക്കിക്കേ, യേശുക്രിസ്തുവിൻ്റെ അമ്മയും പപ്പയും തിരിച്ചു നോക്കിയപ്പോൾ യേശുക്രിസ്തു അവരുടെ നടുവിലിരുന്ന് വചനത്തിൻ്റെ ആഴം പറയുക. ശുശ്രൂഷ തുടങ്ങിയില്ല. 30-ാമത്തെ വയസ്സിൽ സ്നാനപ്പെട്ട് കഴിഞ്ഞാണ് കർത്താവിൻ്റെ വേല ആരംഭിച്ചത്. പക്ഷെ അതിനു മുമ്പേ യേശു പൈതലായിരിക്കുമ്പോൾ തന്നെ യേശു കർത്താവ് തന്നിലൂടെയുള്ള ദൈവത്തിൻ്റെ പ്രവൃത്തി ഓരോന്നായിട്ട് ചെയ്യുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവ് തിരിച്ചു വരുന്നു, സ്നാനപ്പെടുന്നു, അങ്ങോട്ട് പോകുന്നു, ഓരോ ശുശ്രൂഷകളും ചെയ്യുന്നു. പിന്നെ ആ പിതാവിനെയോ മാതാവിൻ്റെയോ കാര്യം അവിടെ ഒരിടവും പറയാതെ പിന്നെ അപ്പനും അമ്മയും വന്ന് പുറത്ത് നിൽക്കുന്ന ഒരു രംഗമാണ് അടുത്ത് പറയുന്നത്. കണ്ടോ? പുറത്ത് നിൽക്കുന്ന ആരെ കാണാൻ? യേശുവിനെ കാണാൻ. സ്തോത്രം. കാണാൻ ഇപ്പോൾ ആര് പുറത്ത് വന്നിരിക്കുന്നു? കാരണം കഴിഞ്ഞ നാളിൽ ഈ യേശു ഈ അമ്മയുടെയും മകനായിരുന്നു അല്ലേ? ഇപ്പോഴും മകനാണെങ്കിലും ഇവൻ്റെ ഫുൾ മഹത്വം ദൈവത്തിന് കൊടുത്തുകൊണ്ട് അപ്പനും നീ അമ്മയും നീ യേശുപ്പാ, ഉള്ളവും നീയേ ജീവനും നീയേ യേശുപ്പാ. അപ്പനും നീയേ അമ്മയും നീയേ യേശുപ്പാ, എല്ലാം നീയേ യേശുപ്പാ. യേശുവേ അങ്ങൻ സ്വന്തം, യേശുവേ അങ്ങൻ സ്വന്തം,
യേശുപ്പാ, എല്ലാം നീയേ, എല്ലാം നീയേ യേശുപ്പാ. നല്ലവൻ നീയേ, വല്ലവൻ നീയേ യേശുപ്പാ. എനിക്കെല്ലാം നീയേ, എല്ലാം നീയേ യേശുപ്പാ. ഹല്ലേലൂയ. അവിടെ ഇരിക്കുമ്പോഴും യേശുവിനറിയാം ഞാൻ ആരാണ്, എന്തിനാണ് വന്നത്. അപ്പനും അമ്മയും പുറത്ത് നിൽക്കുമ്പോൾ യേശു എന്താ പറഞ്ഞേ? അവർ യേശുവിൻ്റെ മുമ്പിൽ ഇരിക്കുന്ന എല്ലാവരും നോക്കിക്കൊണ്ട് യേശു പറയുകയാണ്, പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്ന, ദൈവവചനം അനുസരിക്കുന്ന നിങ്ങളത്രേ എൻ്റെ അപ്പനും അമ്മയും സകലതും നിങ്ങളാണ്. കണ്ടോ കണ്ടോ കണ്ടോ, കഴിഞ്ഞ നാൾ വരെ അമ്മയുടെയും പപ്പയുടെ അടുക്കലായിരുന്നില്ലേ? പക്ഷേ ശുശ്രൂഷയ്ക്ക് വേർതിരിക്കപ്പെട്ടപ്പോൾ ഹല്ലേലൂയ, അമ്മയോട് പറഞ്ഞു, ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുക്കൽ ഇരിക്കേണ്ടതെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? പിതാവിനുള്ളതിൽ ഇരിക്കേണ്ടതെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? കണ്ടോ, അമ്മ ഓരോ ദൈവദൂതുകളും ഹൃദയത്തിൽ സംഗ്രഹിക്കുന്ന ഒരു സഹോദരിയായിരുന്നു. ആര്? അമ്മ എന്ന മറിയ. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അപ്പോഴും അറിയാം, മറിയയ്ക്ക് നല്ലവണ്ണം അറിയാം, ഈ പൈതൽ സാധാരണ പൈതലല്ല, ലോകജനത്തെ പാവങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കുന്നൊരു പൈതലാണെന്ന് ആ പെറ്റമ്മയ്ക്ക് എന്ത് ചെയ്യാം? ജീസസ് അറിയാം. അപ്പോഴും അവർ പുറത്തു വന്നിരിക്കുകയാണ്. ആരെ കാണാൻ? ഇടിച്ചു കയറിയോ എൻ്റെ മോനാണെന്ന് പറഞ്ഞില്ല. ഉണ്ടോ? യേശുവിന് ആ ഒരു നിങ്ങൾക്ക് എത്രയൊക്കെ വെളിപ്പെടുന്ന എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ ചിന്തിക്കും, സ്വന്തം മോനെ കാണാൻ എന്തിനാ വെളിയിൽ നിൽക്കുന്നേ? മോനല്ലേ? ചിലർക്കൊന്നും ഈ വചനം ഇഷ്ടപ്പെടുന്നില്ലല്ലേ? ദൈവത്തിൻ്റെ സ്തോത്രം. ഇത് മോനല്ലേ, പിന്നെ എന്തിനാ ഇടിച്ച് കയറിക്കൂടെ എന്ന് ചിന്തിക്കുമായിരിക്കാം. പക്ഷേ അമ്മയ്ക്കറിയാം, എൻ്റെ മോനാണെങ്കിലും ഇത് സ്വർഗത്തിലതാ. ഇത് സ്വർഗത്തിലതാ, ഇത് സ്വർഗത്തിലതാ. സ്വർഗത്തിലതാ. എൻ്റെ മോനാണ്. ശരി, എൻ്റെ മോൻ സ്വർഗത്തിലതാണ്. ഒന്ന്. രണ്ട്, സ്വർഗത്തിലെ വേല ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ദൈവത്തിന് സ്വന്തം. നിങ്ങൾക്ക് വെളിപ്പെടുന്നുണ്ടോ കാര്യം? ഹല്ലേലൂയ. വീണ്ടും അങ്ങോട്ട് പോകുമ്പോൾ യേശു ക്രിസ്തു അമ്മയെ കാണുന്ന എവിടെ വെച്ചാൽ കാണുന്നുണ്ട്. പക്ഷേ അവിടെ പറയുന്നത്, വേദപുസ്തകത്തിൽ പറയുന്നത് എവിടെ വെച്ചാൽ? ക്രൂശ് മരണത്തിൽ യേശുവിൻ്റെ അമ്മ മറിയ നിൽക്കുന്നു. ഹല്ലേലൂയ. ഇത്രയും ദിവസം യേശു ഇവിടെ എല്ലാം പോയി, അവിടെ ഒരിടവും ആരെ പറയുന്നില്ല. അർത്ഥം എന്താ? അമ്മ ഇല്ലെന്നല്ല, അമ്മയെ പറയേണ്ടതല്ല, അമ്മയെ സ്നേഹിക്കണമെന്നല്ല. പക്ഷെ മുഴുവനും മുഴുവുള്ളത്തോടെ ആരാധിപ്പേ, മുഴുവലത്തോടെ അൻപു കൂറുവേ. ആരാധനൈ 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 ആരാധനൈ. ഹല്ലേലൂയ. മുഴുമഹത്വവും ദൈവത്തിന് കൊടുത്തുകൊണ്ടുള്ള ഒരു ജീവിതമായിരുന്നു ആരുടെ ജീവിതം? യേശുവിൻ്റെ ജീവിതം. അപ്പോൾ നമ്മുടെ ഏറ്റവും ഇസഡ് മേഖലയ്ക്കകത്തും നമ്മൾ ജീവിക്കുമ്പോൾ യേശു നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന, മക്കളെ, നീ എല്ലായിടത്തും പോകുമ്പോഴും, നീ ഓരോ കാര്യങ്ങൾ നിൻ്റെ ജീവിതത്തിൽ ചെയ്യുമ്പോഴും, നീ പഠനത്തിലാകട്ടെ, നീ ജോലി സ്ഥലത്താകട്ടെ, നീ വീട്ടിനകത്താകട്ടെ, നീ വീട്ടിൻ്റെ പുറത്താകട്ടെ, നീ ദേശത്തിലാകട്ടെ, എവിടെ നിൽക്കുമ്പോഴും, നീ ഏത് ജോലി ചെയ്യുമ്പോഴും, നീ ഏത് സ്ഥലങ്ങളിൽ നിൽക്കുമ്പോഴും നീ ചിന്തിച്ചോളണം, യേശു ക്രിസ്തുവിൻ്റെ മുൻപിൽ എപ്പോഴും ഒന്ന് കാണണം. രണ്ട്, യേശു ക്രിസ്തു എങ്ങനെയായിരുന്നു ഈ ഭൂമിയിൽ എന്നുള്ളത് നീ ചിന്തിച്ചോളണം. യേശു ക്രിസ്തു നമ്മുടെ മുൻപിൽ വരണം. മുൻപിൽ വന്ന ശേഷം യേശുവിൻ്റെ മുൻപിലുള്ള ആ ദൈവത്തെ നോക്കി യേശു ജീവിച്ചു, പ്രവർത്തിച്ചു, എല്ലാം ചെയ്തു. അതുപോലെ നീയും യേശുവിനെ നോക്കി. സ്തോത്രം. ഹല്ലേലൂയ. എങ്ങനെ നമുക്ക് അതുപോലെ ജീവിക്കാൻ പറ്റത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഇത്രയൊക്കെ മനസ്സിലാവുന്നുണ്ട്. പക്ഷേ സ്തോത്രം, കർത്താവിനോട് ഓരോ സെക്കൻഡ് പ്രാർത്ഥിച്ചുകൊണ്ട് അപ്പച്ചന് ഒരു ഡ്യൂട്ടി നമുക്ക് ഇട്ടിട്ടുണ്ട്. ആ വേല തികച്ചുകൊണ്ട് വേണം മുന്നോട്ട് പോകാൻ. യേശുവിൻ്റെ വേല തികയാറായി. ഉണ്ടോ? യേശു വേല തികച്ചു, കയറിപ്പോകാൻ വേണ്ടിയുള്ള സമയം എത്താറായി. യേശുവിൻ്റെ വേല തികയുന്ന ക്രൂശിലാണ്. പക്ഷേ തൊട്ടപ്പുറത്തൊരു ശകലം വേല കൂടെ ഉണ്ട്. എന്തെന്നാ?
ശിഷ്യന്മാരുടെ നടുവിൽ പ്രത്യക്ഷപ്പെടുക, പിന്നെ അടുത്ത് അവരെ കൂടെ നടക്കുക, പിന്നെ ആ പത്രോസിൻ്റെ അടുക്കൽ ചെന്ന് തിബര്യാസിൻ്റെ കടൽക്കര നിൽക്കുക, അവൻ തിരിച്ചു പോയവനെ എൻ്റെ ദൈവത്തിന് തിരിച്ചു കൊണ്ടുവരിക, പിന്നെ യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് ജനത്തെ അറിയിക്കുക. മാത്രമല്ല യേശു ശിഷ്യന്മാരും കൂടെ സ്തോത്രം എവിടെ പോവുക? ഒലിവുമലയിൽ പോവുക. അവിടെ നിന്ന് ശിഷ്യന്മാരോട് ചിലത് പറയാനുള്ളതെല്ലാം പറഞ്ഞിട്ട് യേശു അവരുടെ കണ്ണിൻ്റെ മുൻപിൽ നിന്ന് തന്നെ കയറിപ്പോയി. എത്രയൊക്കെ വെളിപ്പെടുത്തി എനിക്ക് അറിഞ്ഞുകൂടാ. ഹല്ലേലൂയ. ആഴമായി ദൈവസാന്നിധ്യം നമ്മുടെ അകത്ത് ഇറങ്ങിക്കൊണ്ടിരിക്കുക. നമ്മുടെ ജീവിതം, നമുക്ക് ഭൂമിയിൽ തന്ന ജീവിതം, സ്നേഹിതരെ, ഇതുപോലെ യേശുപ്പച്ചൻ ജീവിച്ചതുപോലെ ഒരു ജീവിതം ജീവിക്കാൻ ദൈവം നമുക്ക് തന്നിരിക്കുമ്പോൾ ഈ വചനം കേൾക്കുമ്പോൾ ആഴമായിട്ടൊരു ഇഷ്ടം വരണം. എനിക്ക് അതുപോലെ ഒന്നാകണപ്പാ. പക്ഷേ എൻ്റെ കർത്താവ് എന്നെ കൊണ്ട് പറ്റുന്നില്ല. ഹല്ലേലൂയ. എന്നെ കൊണ്ട് കഴിയുന്നില്ല. എപ്പോഴും ഞാൻ പരാജയപ്പെടുകയാണ്. നമുക്കറിയാം അതുപോലെ പറ്റുന്നില്ല. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതുപോലെ പറ്റുന്നില്ല, അതുപോലെ ചെയ്യാൻ കഴിയുന്നില്ല. യേശു കർത്താവിൻ്റെ ഓരോ വരിയും വചനവും നോക്കുമ്പോൾ യേശു പിതാവിൻ്റെ ഇഷ്ടം ചെയ്തുകൊണ്ട് ജീവിച്ചു. അതുപോലെ നമ്മൾ പറയണം, അപ്പ അങ്ങയുടെ ഇഷ്ടം മാത്രം എന്നിൽ മതി, അങ്ങയുടെ ഇഷ്ടം ചെയ്ത് ജീവിപ്പാൻ യേശുവേ എന്നെ കർത്താവ് സഹായിക്കണേ, അവിടുത്തെ അഭിഷേകത്താൽ നിറയ്ക്കണേ, അവിടുത്തെ ആത്മാവിനെ നിറയ്ക്കണേ. അപ്പോൾ 13 അധ്യായത്തിനകത്ത് യേശു ക്രിസ്തു അതിലൂടെ പറയുകയാണ്. യോഹന്നാൻ 13 അധ്യായത്തിനകത്ത് അതിനകത്ത് എഴുതിയിരിക്കുന്നു, ഈ ലോകം വിട്ട് പിതാവിൻ്റെ അടുക്കൽ പോകുവാനുള്ള നാഴിക വന്നു എന്ന് യേശു അറിഞ്ഞിട്ട് ലോകത്തിൽ തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ അവസാനത്തോളം അവരെ സ്നേഹിച്ചു. എങ്ങനെ സ്നേഹിച്ചു? ആദ്യം എങ്ങനെ സ്നേഹിച്ചോ അതുപോലെ തന്നെ യേശുവിൻ്റെ മരണം വരെയും സ്നേഹിച്ചു. യേശുവിൻ്റെ മരണം വരെ എന്ത് ചെയ്തു? അതുപോലെ തന്നെ സ്നേഹിച്ചു. ദൈവത്തിന് സ്തോത്രം. അത്താഴമായപ്പോൾ പിശാച് ശീമോൻ്റെ മകനായ യൂദ ഇസ്കര്യോത്തിന്റെ ഹൃദയത്തിൽ അവനെ കാണിച്ചു കൊടുപ്പാൻ തോന്നിച്ചിരുന്നു. കണ്ടോ? അപ്പോഴും അവനെ യേശു സ്നേഹിച്ചു. കണ്ടോ? അപ്പോൾ ഈ ശുശ്രൂഷകളെല്ലാം ചെയ്ത് ആ കർത്തൃമേശ കഴിയുന്നു, അടുത്ത് പാദം കഴുകുന്നു, ശുശ്രൂഷ കഴിയുന്നു. യേശു ക്രിസ്തു 21 വാക്യം ഇത് പറഞ്ഞിട്ട് യേശു ഉള്ളം കലങ്ങി. ഓ ജീസസ്, ഹല്ലേലൂയ. എന്ത് ചെയ്തു? ഉള്ളം കലങ്ങി. യേശുവിൻ്റെ ഉള്ളം എന്ത് ചെയ്തു? കലങ്ങി. സ്തോത്രം. എന്ത് പറഞ്ഞിട്ടാ കൈ കലങ്ങിയേ? നോക്കിയേ, അതിൻ്റെ തൊട്ട് മുമ്പിലുള്ള വാക്യം വായിക്കാമോ? തൊട്ട് മുമ്പിലുള്ള 12 വാക്യം മുതൽ വായിച്ചേ. 12 വാക്യം മുതൽ. അവൻ അവരുടെ കാൽ കഴുകിയിട്ട് വസ്ത്രം ധരിച്ച് വീണ്ടും ഇരുന്ന് അവരോട് പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് ചെയ്തത് ഇന്നത് എന്ന് അറിയുന്നുവോ? നിങ്ങൾ എന്നെ നോക്കിയേ, യേശു പറഞ്ഞ, മക്കളെ, ഞാൻ ചെയ്തത് കണ്ടോ? അത് കണ്ട് നിങ്ങൾ ചെയ്യണം. പറഞ്ഞു കൊടുക്കുകയാണ്, ഞാൻ നിങ്ങൾക്ക് ചെയ്തത് ഇന്നതെന്ന് അറിയുന്നുവോ? അടുത്ത വരി. നിങ്ങൾ എന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു. ഞാൻ അങ്ങനെ ആകൊണ്ട് നിങ്ങൾ പറയുന്നത് ശരി. കണ്ടോ? യേശുപ്പച്ചൻ എല്ലായിടത്തും ഇതുപോലെ പറഞ്ഞിട്ടില്ല, പക്ഷെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കും ഇവിടെ പറഞ്ഞത്? ഇവിടെ പറയേണ്ട സാഹചര്യമായിരുന്നു. യേശുവിനെ ഒരു സഹോദരൻ വന്ന് മുട്ടുമടക്കി, നല്ല ഗുരു, നിത്യജീവനെ അവകാശമാക്കുവാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ യേശു ചോദിക്കുന്ന മറുപടി, നല്ലവൻ ഒരാളെ ഉള്ളൂ, ദൈവം എന്ന് പറഞ്ഞു കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. ഇവിടെ യേശു പറയുന്നു, എന്തെന്നാ? ഗുരു, നിങ്ങൾ പറഞ്ഞ് ശരിയാ. കണ്ടോ? കാരണം എന്താ? അവസാന സെക്കൻഡിലെത്തി. യേശുവിൻ്റെ വേല തികച്ചു പോകാൻ സമയമായി. അടുത്ത വരി വായിച്ചേ. കർത്താവും ഗുരുവുമായി ഞാൻ നിങ്ങളുടെ കാൽ കഴുകി എങ്കിൽ. ഒന്ന്, കർത്താവെന്ന് അവിടെ യേശു വെളിപ്പെടുത്തുന്നു. ഓ, ഞാനാണ് കർത്താവ്. യേശു മാത്രം കർത്താവ്. ആരാ പറഞ്ഞത്? യേശു തന്നെ പറഞ്ഞു. ആരെന്ന്? യേശു കർത്താവെന്ന്. കണ്ടോ? യേശു കർത്താവെന്ന് വെളിപ്പെടുത്തിയത് കണ്ടോ? സ്തോത്രം. ഹല്ലേലൂയ. യേശു ആണ് കർത്താവെന്ന് അവിടെ വെളിപ്പെടുത്തി. ഞാൻ കർത്താവും ഗുരുവും. 2 ഗുരുവാണ്. ആര്? യേശു. അപ്പം നമ്മുടെ കർത്താവും നമ്മുടെ ഗുരുവും ആരാണ്? യേശു ക്രിസ്തു. അടുത്ത വരി. ഗുരുവുമായി ഞാൻ നിങ്ങളുടെ കാൽ കഴുകിയെങ്കിൽ. ഞാൻ ഈ ശുശ്രൂഷ ചെയ്തെങ്കിൽ. അടുത്ത്, നിങ്ങളും തമ്മിൽ കാൽ കഴുകേണ്ടതാകുന്നു. അടുത്ത വരി. ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിനെ ഞാൻ നിങ്ങൾക്ക് ദൃഷ്ടാന്തം തന്നിരിക്കുന്നു. കണ്ടോ? ഞാൻ ചെയ്തതുപോലെ എല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം? യേശുവിനെ പോലെ വാക്കിലും യേശുവിനെ പോലെ പ്രവൃത്തിയിലും, യേശുവിനെ പോലെ വാക്കിലും യേശുവിനെ പോലെ പ്രവൃത്തിയിലും എന്നെയും ശക്തനാക്കി മാറ്റണേ. ഞാനേറ്റം ബലഹീനനാ, എന്നെയും ശക്തനാക്കി മാറ്റണേ. ഞാനേറ്റം ബലഹീനനാ. ഹല്ലേലൂയ. എൻ്റെ കർത്താവിനോട് പറയണം, അപ്പച്ചാ, എൻ്റെ അപ്പനെ പോലെ എനിക്കൊന്നാകണം.
എൻ്റെ അപ്പൻ തരുന്ന ആയുസ് മുഴുവൻ എൻ്റെ അപ്പനെ പോലെ ഒന്ന് ജീവിക്കണം. അപ്പോൾ ഒരു നിമിഷമെങ്കിലും എനിക്ക് ഒന്ന് ജീവിക്കണം, ഒരു ദിവസമെങ്കിലും എനിക്ക് ജീവിക്കണം, ഒരു മണിക്കൂറെങ്കിലും എനിക്ക് എൻ്റെ അപ്പനെ പോലെ ജീവിക്കണം. യേശു അതിനു വേണ്ടി ഒരു കൃപ എനിക്ക് താപ്പ, ഒരു സ്പെഷ്യൽ വരം താപ്പ. ഓ, ആർക്കൊക്കെ ഇഷ്ടമുണ്ട് പറയാം, കർത്താവ് ഒരു സ്പെഷ്യൽ വരം എനിക്ക് താപ്പ. യേശു ജീവിച്ചൊരു ജീവിതം ഉണ്ടല്ലോ, യേശുവിലൂടെ ഇറങ്ങിയ ഒരു അഭിഷേകം ഉണ്ടല്ലോ അപ്പാ. ആ കർത്താവിൻ്റെ കൃപ എനിക്ക് വേണം അപ്പാ. കൃപ ഇല്ലാതെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, ശക്തി ഇല്ലാതെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഒരു അഭിനയം എനിക്ക് വേണ്ട, ഒരു നാടകം എനിക്ക് വേണ്ട അപ്പച്ച. മനുഷ്യന്റെ മുൻപിൽ കാണിക്കുന്ന ഒരു കർത്താവ് ഒരു അനുഭവം അല്ല. ക്രിസ്തു എന്നെ കാണുമ്പോൾ ഓ സ്തോത്രം, ഒരു ഒത്ത മണവാട്ടിയായി മാറുവാൻ അപ്പച്ചനിൽ നിറയണമേ. പറഞ്ഞേ, യേശുപ്പ എന്നിൽ നിറയണമേ, യേശുവേ എന്നിൽ നിറയണമേ, യേശുവേ എന്നിൽ നിറയണമേ. ആരൊക്കെ പറയും യേശുവേ എന്നിൽ നിറയണമേ, അപ്പ എന്നിൽ അങ്ങ് നിറയണമേ. കർത്താവിനോട് പറഞ്ഞു യേശുവേ എന്നിൽ നിറയണമേ. ആരൊക്കെ പറയും? കരങ്ങളെ ചേർത്തടിച്ച് പാടാമോ? യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ പറഞ്ഞ എല്ലാ ഭയവും മാറട്ടെ, എല്ലാ പേടി മാറട്ടെ, എല്ലാ ക്ഷീണവും മാറട്ടെ, എല്ലാ തലവേദനകളും മാറട്ടെ, ശാരീരികമായ ബുദ്ധിമുട്ടുകൾ മാറട്ടെ, മാനസികമായ വിഭ്രാന്തികൾ തകർന്നു മാറട്ടെ, ശത്രുവിന്റെ പദ്ധതികൾ ഉടഞ്ഞു മാറട്ടെ, സമാധാനം വരട്ടെ, സന്തോഷം വരട്ടെ, ബലം വരട്ടെ, ശാരീരികമാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും മാറട്ടെ. ദൈവത്തിന്റെ ശക്തി ഇറങ്ങട്ടെ. യേശു അകത്തിറങ്ങുമ്പോൾ ശരീരക്ഷീണം മാറും, ബുദ്ധിമുട്ട് മാറും. യേശുവിന്റെ നാമത്തിൽ തടസ്സങ്ങളെല്ലാം പൊട്ടട്ടെ, തടസ്സങ്ങൾ പൊട്ടട്ടെ, ശത്രുവിന്റെ കോട്ടകൾ തകർന്ന് മാറട്ടെ. ദൈവശക്തി ഇറങ്ങട്ടെ, ദൈവശക്തി ഇറങ്ങട്ടെ. ഭാരങ്ങൾ ശരീരങ്ങളെ വിട്ട് മാറട്ടെ, മനസ്സിന്റെ അസ്വസ്ഥതകൾ മാറട്ടെ, പ്രയാസങ്ങൾ മാറട്ടെ, തടസ്സങ്ങളെല്ലാം പൊട്ടി മാറട്ടെ. ദൈവത്തിന്റെ ശക്തി എല്ലാവരുടെ മേലും ഇറങ്ങട്ടെ, ദൈവത്തിന്റെ ശക്തി ഇറങ്ങട്ടെ, ദൈവത്തിന്റെ ശക്തി ഇറങ്ങട്ടെ, ദൈവത്തിന്റെ ശക്തി ഇറങ്ങട്ടെ. ഹല്ലേലൂയ. വിലാപനൃത്തമായി തീർന്നിടുവേ, തുറന്നിടും വാതിൽ അടഞ്ഞവയെല്ലാം ഒരുക്കും മർശിക രാജൻ നമുക്കായി. ഭയമെല്ലാം മാറും, നിരാശ നീങ്ങും, വിലാപനൃത്തമായി തീർന്നിടുമേ, തുറന്നിടും വാതിൽ അടഞ്ഞവയെല്ലാം ഒരുതും മശികാരാജൻ നമുക്കായി. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. ഓ രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്ന് വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. ഓ രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്ന് വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. ഹല്ലേലൂയ. അപ്പച്ചനോട് പറഞ്ഞു, അപ്പച്ച എന്നിൽ അങ്ങ് നിറയണം അപ്പ. അങ്ങ് എങ്ങനെ ആയിരുന്നോ അതുപോലെ എനിക്ക് ജീവിക്കണം. അടുത്ത വാക്യം വായിച്ചേ. യോഹന്നാൻ 13 അടുത്ത വാക്യം. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു. ദാസൻ യജമാനനേക്കാൾ വലിയവനല്ല. ദാസൻ യജമാനനേക്കാൾ വലിയവനല്ല. ദൂതൻ തന്നെ അയച്ചവനേക്കാൾ വലിയവനുമല്ല. കണ്ടോ 16 വാക്യം, 13:16 വായിച്ച. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ദാസൻ യജമാനനേക്കാൾ വലിയവനല്ല, ദൂതൻ തന്നെ അയച്ചവനേക്കാൾ വലിയവനുമല്ല. ഇത് നിങ്ങൾ അറിയുന്നു എങ്കിൽ, ഇത് നിങ്ങൾ അറിയുന്നു എങ്കിൽ ചെയ്താൽ ഭാഗ്യവാന്മാർ. കണ്ടോ, സ്തോത്രം. ദാസൻ യജമാനനേക്കാൾ വലിയവനല്ല,
ദൂതൻ തന്നെ അയച്ചവനേക്കാൾ വലിയവനുമല്ല. എന്നാൽ അർത്ഥം എന്താ? നമ്മൾ എന്തോ ആണെന്നുള്ള ഭാവം നമ്മളിൽ ഒരിക്കലും വരല്ലേ. ഞാൻ എന്തോ ആണ്, എനിക്കെന്തോ കഴിയും, എനിക്കെന്തോ മിടുക്കുണ്ട്, ഞാൻ എന്തോ ഒരു സംഭവമാണ് എന്നൊരിക്കലും നമ്മളിൽ എന്ത് ചെയ്യല്ലേ, വരരുത്. ദൈവത്തിന് സ്തോത്രം. ഇത് വന്നാൽ ലൂസിഫറിന് ഇത് വന്നു. ദൈവത്തിനേക്കാൾ മുകളിലുള്ള ഒരു സ്ഥാനത്തിന് അവൻ ആഗ്രഹിച്ചു. ദൈവം വെട്ടി താഴെയിട്ടു. നമ്മളിൽ അത് വരല്ല. ഇതെല്ലാം കർത്താവ് പഠിപ്പിക്കുകയാണ്. കണ്ടോ, ഗുരു, യേശു ഗുരുവാണ്. ആ ഗുരു നമ്മളോട് പറയുകയാണ്. അടുത്ത വരി വായിച്ചേ. ഇത് നിങ്ങൾ അറിയുന്നു എങ്കിൽ ചെയ്താൽ ഭാഗ്യവാന്മാർ. ദൈവത്തിന് സ്തോത്രം. എല്ലായിടവും വചന ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ പലയിടത്തും സ്തോത്രം നിന്ദിക്കപ്പെട്ട ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇത് ലൈവാണ് എങ്കിലും ഞാൻ പറയുക, ദൈവത്തിന് നിന്ദിക്കപ്പെട്ട ഒരുപാട് സംഭവങ്ങളുണ്ട്. പക്ഷേ പലയിടത്തും ദൈവവചനം പറയുമ്പോൾ ആൾക്കാർ എല്ലാവരും ആ വചനം അംഗീകരിക്കാറുണ്ട്. പക്ഷേ അപ്പോഴൊന്നും എനിക്ക് അങ്ങനെ ഒരു സന്തോഷം തോന്നാറില്ല. പക്ഷെ ഒരാളിൻ്റെ പേർ ജീവൻ്റെ പുസ്തകത്തിൽ എഴുതിയെന്ന് കേട്ടാൽ, ഹല്ലേലൂയ, ഒരാൾ യേശുവിലോട്ട് ആയെന്ന് കേട്ടാൽ, ഒരാൾ പാപം വിട്ടു തിരിഞ്ഞു എന്ന് കേട്ടാൽ, ഒരാളിന് വ്യത്യാസം വന്നു എന്ന് കേട്ടാൽ, ഒരാളിന് യേശു തൊട്ടു മാനസാന്തരപ്പെട്ടു എന്ന് കേട്ടാൽ, അവിടെ എനിക്കുണ്ടാകുന്ന അകത്തൊരു സന്തോഷമുണ്ട്. ആ സന്തോഷം വേറൊന്നുമല്ല, ആ നിത്യദണ്ഡനത്തിനകത്ത് നിന്ന് ആ ആളും കൂടെ സ്വർഗത്തിലായല്ലോ എന്നോർത്ത് ഉള്ള ഒരു സന്തോഷം എൻ്റെ അകത്ത് വരും. വേറെ ഒന്നിനുള്ള സന്തോഷമല്ല, അകത്തൊരു ആനന്ദം വരും. സ്വത്ര എന്തിൻ്റെ ആനന്ദം? ഒരു മനുഷ്യൻ നിത്യ നരകത്തിനകത്ത് നിന്ന് നിത്യതയ്ക്കകത്ത് എത്തപ്പെടുവാനൊരു വഴി ദൈവം തുറന്നല്ലോ, ആ വ്യക്തിയുടെ കണ്ണും കൂടെ തുറന്നല്ലോ എന്ന് സ്തോത്രം, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം എന്നുള്ള ഒരു സന്തോഷം എൻ്റെ അകത്ത് വരും. കാരണം നമ്മളെ ദൈവം ആക്കിയിരിക്കുന്ന അതിനാണ്. നിത്യ നരകത്തിൽ പോകുന്ന ഒരു വ്യക്തിയോട് യേശുവിനെ കുറിച്ച് പറഞ്ഞ് അവരെ നിത്യരാജ്യത്തിലാക്കുന്ന ഒരു കൂലിക്കാരാണ് നമ്മൾ. അതിലപ്പുറം ഒന്നുമില്ല. സ്തോത്രം. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായി? ഹല്ലേലൂയ. ഈ മൈക്ക് ഇതിപ്പോൾ പ്രസംഗിക്കുമ്പോൾ ശബ്ദം എല്ലാവർക്കും കേൾക്കാൻ വേണ്ടിയാണ് ഈ മൈക്ക് വെച്ച്. ഉപയോഗം കഴിഞ്ഞാൽ ഇതിന് വേറെ ഒന്നും പ്രശംസിക്കാൻ ഒന്നുമില്ല. പ്രശംസിക്കാൻ പറയാൻ ഈ മൈക്കിന് എന്തായിരിക്കുന്നത്? ദൈവത്തിൻ്റെ സ്തോത്രം. ആരെടുത്താലും ആര് കയ്യിലെടുത്താലും ഈ മൈക്ക് ആ കയ്യിൽ ഇരിക്കും. മൈക്കിൻ്റെ ഒറ്റ ഡ്യൂട്ടിയേ ഉള്ളൂ, ഈ ശബ്ദം അങ്ങോട്ട് പുറത്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ ഈ മൈക്കിൻ്റെ ഡ്യൂട്ടി. അതുപോലെയാണ് എന്നെ നിങ്ങളെ ദൈവം ആക്കിയിരിക്കുന്നത്. നമ്മൾ ഓരോ സാഹചര്യത്തിൽ പോകുമ്പോൾ നമ്മൾ അറിഞ്ഞ യേശുവിനെ മറ്റൊരാളിന് കൊടുത്ത് അവരെ നിത്യ നരകത്തിനകത്തുനിന്ന് നിത്യരാജ്യത്തിലാക്കുക. ഇത്രയേ ഉള്ളൂ നമ്മളെക്കുറിച്ച് എൻ്റെ ദൈവത്തിൻ്റെ പദ്ധതി. ഇതിനകത്ത് പ്രശംസിക്കാനോ, പാട്ടുകാരൻ പാടി, പ്രശംസിപ്പാനോ പുകഴുവാനോ യാഗല്ലാതൊന്നും ഭൂവിയിലില്ലായേ. പ്രശംസിപ്പാനോ പുകഴുവാനോ യാഗല്ലാതൊന്നും ഭൂവിയിലില്ലായേ. കൃപയേ കൃപയേ ദൈവകൃപയേ, ഞാനാകുന്നതും ദൈവകൃപയാലത്രേ. പ്രശംസിപ്പാനോ പുകഴുവാനോ യാഗല്ലാതൊന്നും ഭൂവിയിലില്ലായേ. പ്രശംസിപ്പാനോ പുകഴുവാനോ യാഗല്ലാതൊന്നും ഭൂവിയിലില്ലായേ. പ്രശംസിപ്പാനോ പുകഴുവാനോ യാഗല്ലാതൊന്നും ഭൂവിയിലില്ലായേ. നിന്റെ ഭാരം എത്ര തന്നെ ആയാലും എന്റെ തോളിലിട്ടുകൊള്ളുവി എന്നൂര ചെയ്തവൻ. നിന്റെ ഭാരം എത്ര തന്നെ ആയാലും എന്റെ തോളിലിട്ടുകൊള്ളുവി എന്നൂര ചെയ്തവൻ. തകർന്നിടാനൊരു നാളും സമ്മതിക്കയില്ലവൻ. അന്ത്യത്തോളവനെ നടത്തിയിടും നിശ്ചയം. തളർന്നിടാനൊരു നാളും സമ്മതിക്കയില്ലവൻ. അന്ത്യത്തോളവനെ നടത്തിയിടും നിശ്ചയോ. കൃപയേ കൃപയേ ദൈവകൃപയേ, ഞാനാകുന്നതും ദൈവകൃപയാലത്രേ. പ്രശംസിപ്പാനോ പുകഴുവാനോ യാഗല്ലാതൊന്നും ഭൂവിയിലില്ലായേ. പ്രശംസിപ്പാനോ പുകഴുവാനോ യാഗല്ലാതൊന്നും ഭൂവിയിലില്ലായേ. പ്രശംസിപ്പാനോ പുകഴുവാനോ യാഗല്ലാതൊന്നും ഭൂവിയിലില്ലായേ. പ്രശംസിപ്പാനോ പുകഴുവാനോ യാഗല്ലാതൊന്നും ഭൂവിയിലില്ലായേ. ഹല്ലേലൂയ. പ്രശംസിപ്പാനില്ല, പുകഴുവാനോ ഒന്നും ഇല്ല. അടുത്ത വാക്യം വായിച്ചേ. നിങ്ങൾ എല്ലാവരെ കുറിച്ച് പറയുന്നില്ല, ഞാൻ തിരഞ്ഞെടുത്തവരെ ഞാൻ അറിയുന്നു. കണ്ടോ, യേശുവിനെ തിരഞ്ഞെടുത്തവരെ നല്ലവണ്ണം അറിയാം. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലാകുന്നുണ്ട്? നമ്മൾ ഓരോ സ്ഥലത്ത് ഓരോ ചർച്ചിലും പോകുമ്പോൾ അല്ലെങ്കിൽ ഓരോ ദേശത്തും പോകുമ്പോൾ അവിടെ തിരഞ്ഞെടുക്കപ്പെട്ട ചിലരുണ്ട്.
നിങ്ങൾക്ക് മനസ്സിലായി? തിരഞ്ഞെടുക്കപ്പെട്ടവരെ ആരറിയും? എൻ്റെ ദൈവത്തിന് അറിയാം. ഓ അവരെ രാത്രി അറിയാം, അവരെ പകലറിയാം, അവരെ ജീവിതം മുഴുവൻ അറിയാം, അവരുടെ ഹൃദയം അറിയാം. ഇന്ന് എത്ര പേർക്ക് ഈ വചനം മനസ്സിലാകുന്നുണ്ട്? ഇന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എൻ്റെ കർത്താവ് എന്നെ അറിയുന്നു? കാരണം എന്നെ കർത്താവ് തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു യോഗ്യതയുമില്ലാത്ത അയോഗ്യയായിരുന്ന എന്നെ എൻ്റെ ദൈവം എന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ആമേൻ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഞാൻ അയോഗ്യതയുള്ളൊരു പൈതലാണ്. പക്ഷെ എൻ്റെ ദൈവം സ്വഭാവങ്ങളാൽ എന്നെ നിറച്ച് ഓരോ സെക്കൻഡും പുറത്തു കൊണ്ടുവരുവാൻ ദൈവം ആഗ്രഹിച്ചിട്ട് കാട്ടൊലിവായ എന്നെ ക്രിസ്തുവിനോടുകൂടി ഒട്ടിച്ച സ്നേഹം, അത് വർണ്ണിക്കാൻ വാക്കുകളില്ല, അത് പറയാൻ വാക്കുകളില്ല, അത് സ്വത്രം പ്രശംസിക്കാൻ പറയാനും ഒന്നും വാക്കുകളില്ല. കാരണം യേശുവിൻ്റെ സ്നേഹമാണിതെല്ലാം. ഇതെല്ലാം എന്നെ ഒട്ടിച്ചത് യേശുവിൻ്റെ സ്നേഹം. ഏതുമല്ലാത്ത എന്നെ, വേസ്റ്റായിരുന്ന എന്നെ, ആർക്കും ഒരു ഉപകാരമില്ലാത്ത എന്നെ, ആർക്കും ഒരു ഉപകാരമില്ലാത്ത എന്നെ, എല്ലാവർക്കും ശല്യമായിരുന്ന എന്നെ, പാപിയായിരുന്ന എന്നെ, നല്ലതൊന്നുമില്ലായിരുന്ന എന്നെ, നല്ലവനാകുന്ന യേശു എൻ്റെ പാപം കണ്ട്, എൻ്റെ കുറവ് കണ്ടിട്ട് എന്നെ സ്നേഹിച്ച ആ സ്നേഹം, ജീസസ് 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 ജീസസ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഞാൻ പാവി ആയിരുന്നപ്പോഴും എന്നെ സ്നേഹിച്ച സ്നേഹമാണ് യേശുവിൻ്റെ സ്നേഹം. ഞാൻ എന്തോ നല്ലവളായിട്ട് സ്നേഹിച്ച സ്നേഹമല്ല യേശുവിൻ്റെ സ്നേഹം. ഹല്ലേലൂയ. നല്ലതെന്ന് പറയാൻ ഒന്നുമില്ല. ദൈവത്തിന് സ്തോത്രം. എന്നാൽ പാവി ആയിരുന്ന സ്ഥാനത്ത് ഇറങ്ങി വന്ന് സ്നേഹിച്ച ആ മക്കളെ, നിന്നെ എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞ് സ്നേഹമാ യഥാർത്ഥ സ്നേഹം. ഞാൻ എന്തോ ആണെന്ന് ഒരു ആവരണം ധരിച്ച് ഒരു പുറമോടിയിൽ കണ്ട് ഇഷ്ടപ്പെട്ടതല്ല എൻ്റെ ദൈവത്തിന് എന്നെ. പിന്നെയോ എൻ്റെ ആകവും എൻ്റെ പുറവും മുഴുവനും ഇവൾ ഇങ്ങനെയാണെന്നും, ആമേൻ, വീണെന്നും എഴുന്നേറ്റെന്നും, ഹല്ലേലൂയ, പിന്മാറിയെന്നും അകന്നെന്നും ഇങ്ങനെയൊക്കെ പറയുമെന്നും ഒക്കെ കണ്ടിട്ട് പത്രോസ് 3 വട്ടം തള്ളി പറയുമെന്ന് കണ്ടിട്ട് തന്നെ അവനെ സ്നേഹിച്ച യേശു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളെ കണ്ട് സ്നേഹിക്കുന്ന യേശു, നമ്മൾ അറിഞ്ഞ് സ്നേഹിക്കുന്ന യേശു. ഒരാളും യേശുവിനോട് ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഹല്ലേലൂയ. ശാലിനി സിസ്റ്റർ ഇങ്ങനെയാണെന്ന് യേശുവിനോട് പറഞ്ഞു കൊടുക്കേണ്ട, പരിചയപ്പെടുത്തേണ്ട കാര്യമുണ്ടോ? ഇല്ല, ആരും പറഞ്ഞു കൊടുക്കണ്ട. ശാലിനി സിസ്റ്റർ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഈ സഭയിൽ വരുന്ന ഒരാൾ ഇങ്ങനെയാണ്, ഈ ആരാധന ഇങ്ങനെയാണെന്ന് ആരും, സ്വത്ര ആരാധനയ്ക്കകത്ത് വരുന്ന ഇന്ന ആളിൻ്റെ സ്വഭാവം ഇന്നതാണെന്ന് ആരും പറഞ്ഞു കൊടുക്കണ്ട. അവർക്ക് പുറമേ അറിയത്തുള്ളൂ. കർത്താവിന് നല്ലവണ്ണം അറിയാം. ഞാൻ ഒരാളിനെ പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ എനിക്ക് ഒരാളുടെ പുറമേ അറിയത്തുള്ളൂ. കുറച്ചൊക്കെ അറിയായിരിക്കും, ആത്മാവ് വെളിപ്പെടുത്തിയാൽ എന്തെങ്കിലും അറിയായിരിക്കും. അല്ലെങ്കിൽ ഈ പുറമെ മാത്രം അറിയാം. പള്ളി വരുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്, ഭജനം വായിക്കുന്നുണ്ട്, എല്ലാത്തിനും വരുന്നുണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റും. അല്ലെങ്കിൽ ആത്മാവ് എനിക്ക് വെളിപ്പെടുത്തി തന്നാൽ പറയാൻ പറ്റും. അല്ല എങ്കിൽ കർത്താവ് പറയും, ശാല നീ പറയണ്ട ആ വ്യക്തിയെക്കുറിച്ച്, എനിക്ക് അവൻ്റെ അകവും പുറവും അറിയാം. നിനക്കെന്തറിയാം? എനിക്കറിയാം ആ വ്യക്തിയെക്കുറിച്ച്. ഹല്ലേലൂയ. നമുക്കറിയാം അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിനകത്ത് അനന്യാസിനെ കുറിച്ച് എൻ്റെ ദൈവം അനന്യാസിനോട് പറഞ്ഞു, മോനെ സ്തോത്രം, ശൗലിനെ പോയി ശൗലിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ അനന്യാസ്, കർത്താവേ അവൻ ആരാണെന്ന് അറിയാമോ എന്നൊക്കെ പറയുമ്പോൾ സ്തോത്രം, യേശു പറഞ്ഞത്, യേശു പുറമല്ല കണ്ടത്, അനന്യാസ് ഉപദ്രവിക്കുന്നത് മാത്രം കണ്ടോ, അധികാരപത്രം കണ്ടു, ദൈവമക്കളെ ഉപദ്രവിക്കുന്നത് കണ്ടു. പക്ഷെ യേശു പുറവും കണ്ടു. അകത്തവൻ ആരാകും, അവൻ നാളെ എങ്ങനെ, മറ്റന്നാൾ എങ്ങനെ, ഈ മനുഷ്യൻ അടുത്ത ആഴ്ച എങ്ങനെ, അടുത്ത മാസം എങ്ങനെ, അടുത്ത വർഷം എങ്ങനെ, ഇവൻ കൊരിന്ത് പട്ടണത്തിൽ കാണിച്ച് അവിടുന്ന് യേശു കണ്ടു. ഇവൻ എഫെസോസിൽ അപ്പോസ്തലനാകുന്ന പൗലോസ് കാണിച്ച് അവിടുന്ന് യേശു കണ്ടു. ജീസസ് 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 ജീസസ്, ഹല്ലേലൂയ. ഓരോ സഭകളും സൃഷ്ടിക്കുന്ന ദൈവം കണ്ടു. ആയിരങ്ങളെ 10,000-ങ്ങളെ ക്രിസ്തുവിനായിട്ട് നേടുന്നത് എൻ്റെ ദൈവം കണ്ടു. മെലിത്തയിൽ അവൻ ചെന്ന് കാലിൽ അവിടുന്ന് കണ്ടു. കപ്പൽ ഛേദം എൻ്റെ ദൈവം കണ്ടു. കേട്ടോ, ദൈവത്തിന് സ്തോത്രം. അവൻ്റെ അവസാനം നിമിഷം വരെയും ആ ദൈവ മനുഷ്യൻ്റെ സ്തോത്രം മരണം വരെയും അതിനുശേഷവും എൻ്റെ ദൈവം കണ്ടിട്ട് അനന്യാസിനോട് പറഞ്ഞു, മോനെ സ്തോത്രം, ഹല്ലേലൂയ, നീ പോകാം. ഞാൻ തിരഞ്ഞെടുത്തവരെ ഞാൻ അറിയുന്നു. അഭിഷേകം ഇറങ്ങുന്നു. ചില മക്കളുടെ മേലെ ഒരു ശക്തി ഇറങ്ങുന്നു. എൻ്റെ ദൈവം തിരഞ്ഞെടുത്ത മക്കളെ ദൈവം അറിയുന്നു. പേടിക്കല്ലേ. ശത്രുവിന് തൊടാൻ പറ്റത്തില്ല, ദുഷ്ടന് തൊടാൻ പറ്റത്തില്ല. ദേശത്തിൽ ഇറങ്ങി ചെല്ലുമ്പോൾ, മറ്റൊരാളുടെ അടുക്കൽ ഇറങ്ങി ചെല്ലുമ്പോൾ കർത്താവ് തിരഞ്ഞെടുത്ത മക്കളെ കർത്താവ് അറിയുന്നു. ആമേൻ, ആമേൻ, ആമേൻ. ഞാൻ തിരഞ്ഞെടുത്തവരെ ഞാൻ അറിയുന്നു. ആമേൻ, 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 ആമേൻ. യേശു തിരഞ്ഞെടുത്തവരെ യേശു അറിയുന്നു. കേട്ടോ, ഇന്ന് ഇതിനകത്ത് തിരഞ്ഞെടുത്തവരെ നീ ദേശത്തിൽ പോകുമ്പോൾ ദൈവം അറിയുന്നു. ഇതാ എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട പൈതലാ, ഇത് ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ട മകനാ, ഇത് തിരഞ്ഞെടുക്കപ്പെട്ട മകളാ. കർത്താവ് അറിയുന്നുണ്ട്. ഹല്ലേലൂയ. അത് ദുഷ്ടന് നല്ലവണ്ണം അറിയാം നീ തിരഞ്ഞെടുക്കപ്പെട്ട പൈതലാന്ന്. ഹല്ലേലൂയ.
ഹല്ലേലൂയ, ആമേൻ. ദുഷ്ടനെ നല്ലവണ്ണം അറിയാൻ തിരഞ്ഞെടുക്കപ്പെട്ട പൈതലാന്ന്. ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ ദാസനാകുന്ന പൗലോസ് നിൽക്കുമ്പോൾ അവിടെ ദുർഭൂതം ഇളകി പറയുകയാണ്, ദൈവത്തെ ഇനി നമുക്ക് അറിയാം, യേശുപ്പച്ചനെ അറിയാം, പിന്നെ ഈ നിൽക്കുന്ന പൗലോസിനെ ഞങ്ങൾക്ക് കാരണം പൗലോസിനെ പ്രാർത്ഥിക്കുന്നവനാണെന്ന് ശാസിക്കുന്നവനാണെന്ന് അറിയാമെങ്കിൽ പോലും പിശാചിനറിയാം ഇത് ദൈവത്തിൻ്റെ കയ്യിലുള്ളവനാ. ദൈവം ആമേൻ, ആമേൻ. നീ ദൈവത്തിൻ്റെ കയ്യിലുള്ള പൈതലാ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ദൈവം നിന്നെ തിരഞ്ഞു വെച്ചിരിക്കുക. എന്നെയും നിങ്ങളെ തിരഞ്ഞെടുത്ത ദൈവം മാത്രമേ സഹോദരങ്ങളെ. ആൾക്കാർ അതും ഇതൊക്കെ പറയും, ദേശം പറയും, പറയട്ടെ, കുഴപ്പമില്ല. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. മനുഷ്യൻ കണ്ണിന് കാണുന്നത് പറയുന്നു, ദൈവമോ ഹൃദയങ്ങളെ ആരായുന്നു. മനുഷ്യൻ കണ്ണിന് കാണുന്ന പറയുന്നു, ദൈവമോ ഹൃദയങ്ങളെ ആരായുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം, ആമേൻ. അനന്യാസ് പറഞ്ഞതല്ല ശൗലിനെ കുറിച്ച് ദൈവം കണ്ടത്. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായി? നാട്ടുകാർ പറഞ്ഞത് അപ്പച്ചൻ ആവശ്യമില്ല, ദേശം പറയുന്നത് അപ്പച്ചൻ ആവശ്യമില്ല. അപ്പച്ചൻ ഒരാൾ എവിടെ എത്തുമെന്നും എങ്ങനെ ആയിത്തീരുമെന്നും ആ വ്യക്തിയെക്കുറിച്ച് എന്താകുമെന്നും ഒക്കെ എൻ്റെ ദൈവത്തിന് നല്ലവണ്ണം അറിയാം. സ്തോത്രം. എത്രയോ അനുഭവം എൻ്റെ ജീവിതത്തിനകത്തുണ്ട്. സ്തോത്രം. ഒളിച്ചോടി പതുക്കെ മാറാമെന്ന് ചിന്തിച്ച് എത്രയോ സന്ദർഭങ്ങൾ സഹോദരങ്ങളെ അവിടെ നിന്നെല്ലാം കർത്താവ് വലിച്ചെടുത്ത് എൻ്റെ യേശുവിൻ്റെ വചനവുമായി നിർത്തിക്കൊണ്ടിരിക്കുക. എത്ര എടുത്ത് ഒളിച്ചോടിയ സന്ദർഭം, എത്ര പ്രാവശ്യം. സ്തോത്ര കർത്താവേ, നിന്നയും ദുഷിയും വരുമ്പോൾ കർത്താവ് ഞാൻ ഇനി പറയാൻ പോകുന്നില്ലപ്പാന്ന് ഒതുങ്ങിയ അവസരം കർത്താവ് കോട്ടയ്ക്കകത്ത് കയറി കൈക്ക് പിടിച്ച് വെളിയിൽ എടുത്തിട്ട് പറയും, വാ നീ പോകാ. ജീസസ്, 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 ജീസസ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിന്ദിക്കപ്പെട്ടു, പുറന്തള്ളപ്പെട്ടു, എന്നാലും ഞാൻ പതറുകില്ല. നിന്ദിക്കപ്പെട്ടു, പുറന്തള്ളപ്പെട്ടു, എന്നാലും ഞാൻ പതറുകില്ല. ഹല്ലേലൂയ. നമ്മൾ പുറന്തള്ളപ്പെട്ടവരാണ്, പക്ഷെ അവിടെ നിന്നെല്ലാം ഒരു കരം വന്നിട്ട് പറയും, തെരഞ്ഞെടുക്കപ്പെട്ട പൈതലിന് ഒതുങ്ങിയിരിക്കാൻ പറ്റത്തില്ല. ഞാൻ തെരഞ്ഞെടുത്തവരെ ഞാൻ അറിയുന്നു. അതെവിടെ ഇരുന്നാലും, ഏത് ഗുഹയ്ക്കകത്തിരുന്നാലും തെരഞ്ഞെടുത്തവനെ തൂക്കി വെളിയിൽ കൊണ്ടുവരും. ജീസസ്, 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 ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്നെ തെരഞ്ഞെടുത്തിട്ടുണ്ടോ? തെരഞ്ഞെടുത്തിട്ടുണ്ടോ? ദൈവം കൊണ്ടുവന്നിരിക്കും. തെരഞ്ഞെടുത്തിട്ടുണ്ടോ? കർത്താവ് കൊണ്ടുവന്നിരിക്കും. തെരഞ്ഞെടുത്തിട്ടുണ്ടോ? കർത്താവ് കൊണ്ടുവന്നിരിക്കും. നീ മാറിപ്പോയാലും, നീ പറ്റില്ലെന്ന് പറഞ്ഞാലും, നീ മാറിയിരുന്നാലും, തെരഞ്ഞെടുക്കപ്പെട്ട പൈതലാണോ? നിന്നെ വെട്ടിയെടുത്ത് ആമേൻ, ആമേൻ, ആ ഒട്ടിച്ച ക്രിസ്തു നിന്നെ കൊണ്ടുവന്നിരിക്കും. നിന്റെ ഇഷ്ടമല്ല, ദൈവത്തിൻ്റെ ഇഷ്ടമല്ലെന്ന് ആമേൻ നമ്മളെ വെളിപ്പെടുത്തി ദൈവം കൊണ്ടുവന്നിരിക്കും. സഹോദരങ്ങളെ, എന്നെ കേൾക്കുന്ന പ്രിയ പൈതലെ, ഹല്ലേലൂയ. കർത്താവ് പറയുന്നു, ഞാൻ തിരഞ്ഞെടുത്തവരെ ഞാൻ അറിയുന്നു. ശൗലിനെ എൻ്റെ ദൈവം തിരഞ്ഞെടുത്തു, അനന്യാസ് അറിഞ്ഞില്ല. അനന്യാസ് അറിഞ്ഞു. നിങ്ങളുടെ ഭർത്താവിനെ ദൈവം തിരഞ്ഞെടുത്തു, നിങ്ങൾ അറിയുന്നില്ല. നമ്മുടെ മക്കളെ ദൈവം തിരഞ്ഞെടുത്തു, നമ്മൾ അറിയുന്നില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സഹോദരങ്ങളെ തിരഞ്ഞെടുത്തു, നമ്മൾ അറിയുന്നില്ല. നമ്മൾ കഴിഞ്ഞ നാളുകളിലുള്ള കാഴ്ചപ്പാടിലായിരിക്കുന്നത്. അനന്യാസിനോട് പറഞ്ഞു, മോനെ, ഞാൻ അവരെ തിരഞ്ഞെടുത്ത് എന്നെ വെളിപ്പെടുത്തുവാൻ. എന്തിനു വേണ്ടി തിരഞ്ഞെടുത്തു? ഈ ശൗലിനെ വെളിപ്പെടുത്താനല്ല തിരഞ്ഞെടുത്തത്. ഹല്ലേലൂയ. കർത്താവ് അവിടെ പറയുമ്പോഴും കർത്താവിൻ്റെ ഹൃദയത്തിനകത്തിരിക്കുന്നത്, ഒരു ദിവസം ഈ ശൗൽ തന്നെ പൊട്ടിച്ച് മാറ്റിയിട്ട് അവൻ മുഴുവനും അവൻ്റേതെന്ന് പറയുന്ന സകല അവകാശങ്ങളും ഫിലിപ്പിയർക്ക് ലേഖനത്തിനകത്തുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, ന്യായപ്രമാണം സംബന്ധിച്ച അയാൾ ആരാണെന്നും എന്തൊക്കെയാണെന്നും സ്തോത്രം ഉള്ള കാര്യം അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ആ കർത്താവായ യേശുക്രിസ്തു അവനെ കൈവയ്ക്കാൻ പറയുന്നതിന് മുമ്പേ അറിയാം ഇവൻ്റെ ജീവിതത്തിൽ ഇവൻ എന്തോ ആണെന്നുള്ളതെല്ലാം ഒരു നിമിഷം അവൻ പൊളിച്ച് കളഞ്ഞിട്ട് ഇവൻ എന്നിലൂടെ, എൻ്റെ അകത്ത് ഞാൻ അവനിലും അവൻ എന്നിലും വസിക്കും, അവനിലൂടെ വലിയൊരു ഫലം വരും എന്ന് എൻ്റെ യേശു കണ്ടിട്ടാണ് അനന്യാസിനോട് പറഞ്ഞത്, മോനെ നീ പോയി കൈവയ്ക്ക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നൊരു പക്ഷേ അനന്യാസ് എന്ന ദൈവ മനുഷ്യൻ പറഞ്ഞതുപോലെ ഒരു പക്ഷേ നമ്മളും പറയും, കർത്താവേ ഇയാൾ ശരിയല്ല കേട്ടോ,
ഇയാൾ ഒക്കത്തില്ല, ഈ കുഞ്ഞൊക്കത്തില്ല, അതോ അയാൾ അങ്ങനെ ഒക്കത്തില്ല എന്ന് പറഞ്ഞെന്നിരിക്കാം. പക്ഷേ യേശു പറയും, മക്കളെ, ചില നിമിഷങ്ങൾക്കകം ഞാൻ അവളെ പൊട്ടിച്ചെടുക്കും, ഞാൻ അവനെ പൊട്ടിച്ചെടുക്കും, എൻ്റെതാക്കി, എൻ്റെ സ്വന്തമാക്കി. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെതാക്കി ഞാൻ പുറത്ത് കൊണ്ടുവരും, എൻ്റെതാക്കി ഞാൻ കൊണ്ടുവരും, എൻ്റെതാക്കി ഞാൻ പുറത്ത് കൊണ്ടുവരും. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് എൻ്റെ കർത്താവ്, ഞാൻ തിരഞ്ഞെടുത്തവരെ ഞാൻ അറിയുന്നു. അടുത്ത വചനം വായിച്ചേ. എന്നാൽ എന്റെ അപ്പം തിന്നുന്നവൻ എന്റെ നേരെ കുതികാൽ ഉയർത്തിയിരിക്കുന്നു, എന്നുള്ള തിരുവെഴുത്ത് നിവൃത്തി വരേണ്ടതാകുന്നു. അത് സംഭവിക്കുമ്പോൾ ഞാൻ തന്നെ മഷിക എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനെ. ഉണ്ടോ? മുകളിൽ പറഞ്ഞു കർത്താവ്, ഇവിടെ പറയുന്നു മഷിക. അടുത്ത വരി, വിശ്വസിക്കേണ്ടതിനെ ഞാൻ ഇപ്പോൾ അത് സംഭവിക്കും മുമ്പേ നിങ്ങളോട് പറയുന്നു. അടുത്ത വരി, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ അയക്കുന്നവനെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു. കണ്ടോ? യേശു തെരഞ്ഞെടുത്തവരാരയക്കും? യേശു അയക്കും. ദേശങ്ങളിൽ അഭിഷേകം ഇറങ്ങുന്നു, അഭിഷേകം. ഹല്ലേലൂയ. കർത്താവ് തിരഞ്ഞെടുത്തവരെ കർത്താവ് ചിലയിടത്തൊക്കെ അയക്കും. ചിലപ്പം പോകുന്ന വഴിക്ക് ഒരാളിനെ ആയിരിക്കും യേശു ക്രിസ്തു ഒരാളിനോട് സുവിശേഷം പറഞ്ഞു, ഇല്ലേ? സ്തോത്രം. നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു കൂട്ടുകാരിയോടായിരിക്കും, അല്ലെങ്കിൽ ഒരു കൂട്ടുകാരനോടായിരിക്കും പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ അടുക്കൽ വരുന്ന ഒരു വ്യക്തിയോടായിരിക്കും പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് പറയുകയാണ്, എന്നെ കൈക്കൊള്ളുന്നവനെ, എന്നെ വായിച്ചേ ഒന്നുകൂടെ, ഞാൻ അയക്കുന്നവനെ, ഞാൻ അയക്കുന്നവനെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു, അടുത്ത് എന്നെ കൈക്കൊള്ളുന്നവൻ എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു. നോക്കിയേ, അർത്ഥം എന്താ? ഒരു ദൈവ പൈതലിനെ ഒരാൾ കൈക്കൊള്ളുമ്പോൾ അയാൾ ആര് കൈക്കൊണ്ടു? ദൈവത്തെ കൈക്കൊണ്ടു. ഒപ്പം യേശുവിനെയും. നിങ്ങൾക്ക് വെളിപ്പെട്ടുന്നുണ്ട്. വചനകത്തിറങ്ങണം, വചനകത്തങ്ങോട്ട് ഇറങ്ങണം. വചന ശക്തമായിട്ട് ഇറങ്ങണം. നമ്മൾ ആരാണ്? നമ്മുടെ യോഗ്യത ഒന്നും ഈ ഭൂമിയിൽ പറയാനില്ല, അയോഗ്യരാണ്. പക്ഷേ എന്നിൽ എൻ്റെ അപ്പൻ നിറഞ്ഞ് എന്നെ നിങ്ങളെ എൻ്റെ അപ്പൻ ഒരിടത്ത് അയക്കുമ്പോൾ നമ്മളല്ല പോകുന്നത്, ക്രിസ്തുവിൻ്റെ കൃപയാണ്. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായി? ഹല്ലേലൂയ. അവരെ ഒരാൾ കൈക്കൊണ്ടാൽ എന്നെ കൈക്കൊള്ളുന്നു. ആരെ കൈക്കൊള്ളുന്നു? യേശുവപ്പനെ കൈക്കൊള്ളുന്നു. യേശുവപ്പനെ കൈക്കൊള്ളുന്നവൻ യേശുവിനെ അയച്ച പിതാവിനെ, നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ, കൈക്കൊള്ളുന്നു. അടുത്ത വരി. ഇത് പറഞ്ഞിട്ട് കണ്ടോ, ഇത്രയും ദൂരം പറഞ്ഞിട്ട് യേശു ഉള്ളം കലങ്ങി. യേശുപ്പൻ്റെ ഉള്ളം കലങ്ങി. എല്ലാം പറഞ്ഞു, എല്ലാ ഡ്യൂട്ടിയും പറഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, എല്ലാം പറഞ്ഞു. ഇതുപോലെ ജീവിച്ചു. അഭിഷേകം ഇറങ്ങുന്നു, ദൈവശക്തി ഇറങ്ങുന്നു, എല്ലാവരുടെ മേലും ദൈവശക്തി ഇറങ്ങുന്നു. ദൈവത്തിൻ്റെ കൃപ ഇറങ്ങുന്നു, അളവില്ലാത്ത ദൈവത്തിൻ്റെ കൃപ. സ്തോത്രം. നമ്മുടെ ഓരോരുത്തരുടെ മേലും ഇറങ്ങിക്കൊണ്ടിരിക്കുക. ഈ വചനം കേട്ട് ദമസ്കോസ് തൊട്ട് ജീവിച്ച ഒരു മനുഷ്യനായിരുന്നു ശൗല്. ഇയാളുടെ ജീവിതത്തിനകത്തും ഇതുപോലെ ആയിരുന്നു. നമ്മൾ നോക്കിയാൽ മനസ്സിലാവും. യേശുവിൻ്റെ ഒരു പകർപ്പ് ദൈവമക്കൾ കാണാം. യേശുവിൻ്റെ ഒരു പകർപ്പ്, ഒരു ഫോട്ടോ കോപ്പി. ദൈവത്തിന് സ്തോത്രം. ഈ വചനമൊക്കെ കേൾക്കുമ്പോൾ അനേകർക്ക് ഉറക്കം വരും, ക്ഷീണം വരും. കാരണം എന്താ? അവർക്ക് നല്ല ഒന്ന് കൈയടിക്കാനുള്ളതൊന്ന് കിട്ടിയ വളരെ ആനന്ദമാണ്. ഈ ചേമ്പലെ വെള്ളം തെറിക്കും പോലെ കൈയടിക്കും, ഏറ്റെടുക്കും. വീട്ടിൽ പോകുമ്പോൾ അതില്ല, ഉണ്ടെന്നിട്ടേ ഇല്ല. അടുത്ത ആഴ്ച വരുമ്പോൾ വീണ്ടും സ്തോത്രം ഒഴിഞ്ഞ പാത്രമായിട്ടാണ് വരുന്നത്. ഇല്ല, ദൈവത്തിന് സ്തോത്രം. എന്നാൽ വചനം ദാഹത്തോടെ ഇരുന്ന് ഏറ്റെടുക്കുന്നവർക്കുണ്ടല്ലോ, ഈ വചനം ജീവിക്കും. ആമേൻ, ആമേൻ, ആമേൻ. ദൈവത്തിന് സ്തോത്രം. ഈ വചനം ജീവിച്ച് അത് ആത്മാവിൽ നിറഞ്ഞ് അത് ഫലം കൊണ്ടുവന്ന് നമ്മുടെ സ്തോത്രം ജഡത്തിൻ്റെ പ്രവർത്തികളെ മരിപ്പിച്ച് ആത്മാവിൽ നിറഞ്ഞ് നല്ല ഫലങ്ങൾ അത് ഏതിലേ ഉള്ളൂ? യേശുവിനേ ഉള്ളൂ. യേശുവിൻ്റെ ഫലങ്ങൾ നമ്മളിലൂടെ വരും. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. നല്ല ഫലങ്ങൾ വരും. യേശുപ്പച്ചൻ പറഞ്ഞ് അടുത്ത വരി വായിച്ചേ. ആമേൻ, ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളിൽ ഒരുത്തൻ എന്നെ കാണിച്ചു കൊടുക്കും എന്ന് സാക്ഷീകരിച്ചു പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് ഇത്രയും ദൂരം പറഞ്ഞിട്ട് യേശു ഉള്ളം കലങ്ങി. കർത്താവ് ഇതൊക്കെ പറയുമ്പോഴും യേശുവിനെ അറിയാം ആരാണ് യേശുവിനെ ഒറ്റിക്കൊടുക്കാൻ പോകുന്ന നല്ലവണ്ണം അറിയാം. ഉള്ളം കലങ്ങി. അടുത്ത വരി. ഉള്ളം കലങ്ങി. ആമേൻ, ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളിൽ ഒരുത്തൻ എന്നെ കാണിച്ചു കൊടുക്കും എന്ന് സാക്ഷീകരിച്ചു പറഞ്ഞു. ഇത് ആരെ കുറിച്ച് പറയുന്നു എന്ന് ശിഷ്യന്മാർ സംശയിച്ചു, തമ്മിൽ നോക്കി. ശിഷ്യന്മാരിൽ വെച്ച് യേശു സ്നേഹിച്ച ഒരുത്തൻ യേശുവിന്റെ മാർവിടത്ത് ചാരിക്കൊണ്ടിരുന്നു. ശിമോൻ പത്രോസ് അവനോട്, യേശു സ്നേഹിച്ച ഒരുത്തൻ, സ്തോത്രം, യേശുവിന്റെ മാർവിടത്ത് ചാരിക്കൊണ്ടിരുന്നു. അവൻ എപ്പോഴും ചാരി തന്നെ ഇരിക്കും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം.
എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കും, എല്ലാം ചോദിച്ചുകൊണ്ടിരിക്കും, ഒരു പേടിയുമില്ല. ക്രിസ്തുവിൽ ചാരി കിടക്കുന്ന ഒരു പൈതലിനെ എല്ലാം പറഞ്ഞുകൊണ്ടേയിരിക്കും. എല്ലാം തുറന്നു പറയാൻ ഒരു നാണക്കേട് തോന്നത്തില്ല. ചെറുതും പറയും, വലുതും അതുപോലെ പറയും. അടുത്ത വരി. ശീമോൻ പത്രോസ് അവനോട് ആംഗ്യം കാട്ടി അവൻ പറഞ്ഞത് ആരെ കൊണ്ട് എന്ന് ചോദിപ്പാൻ പറഞ്ഞു. അവൻ യേശുവിന്റെ നെഞ്ചോട് ചാഞ്ഞു. വേറെ ആർക്കും ചോദിക്കാനുള്ള ധൈര്യമില്ല. യോഹന്നാൻ എല്ലാവരും കൈയെടുത്ത് കാണിച്ച് പറയുകയാണ്, യേശു സ്നേഹിച്ചവനോട് പറയുകയാണ്, ചോദിര് ആരെന്ന് ചോദിര് എന്ന് പറയൂലേ. ദൈവത്തിന് സ്തോത്രം. യേശു സ്നേഹിച്ച ശിഷ്യനെന്ന് അവിടെ എഴുതിയിരിക്കുന്നു. യോഹന്നാൻ തന്നെ എഴുതിയിരിക്കുന്നു യോഹന്നാനെ കുറിച്ച്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ശിഷ്യന്മാർ മറ്റുള്ളവരെല്ലാം പറയുകയാണ്, നീ ഒന്ന് ചോദിക്കുക. അടുത്ത വരി. കർത്താവേ, അത് ചോദിക്കാൻ പറഞ്ഞ ഉടനെ യോഹന്നാൻ ഇപ്പം എവിടെ ചാരി? ഞാൻ ചിന്തിക്കുന്നത് ചാരി കിടന്നിട്ട് അല്പം ഇന്ന് നൂന്നപ്പോഴായിരിക്കും ആര് പറഞ്ഞത്? ശിഷ്യന്മാർ പറഞ്ഞു, ഒന്ന് ചോദിരപ്പാന്ന്. അപ്പം വീണ്ടും എങ്ങോട്ട് പോയി? എങ്ങോട്ട് പോയി? ഒന്ന് ചാരിയില്ലേ? നമുക്കറിഞ്ഞൂടെ, നമ്മൾ അപ്പനമ്മ ഒന്ന് പൂശുമ്പോൾ ഇങ്ങനെ ഒന്ന് തടവി, അപ്പം പപ്പ, അച്ഛാ, അമ്മ, എൻ്റെ ചക്കര അമ്മയല്ലേ പറഞ്ഞില്ലേ? നിങ്ങളത് പറഞ്ഞിട്ടില്ലേ? ഞാൻ എത്രയോ പ്രാവശ്യം പൂശിയിട്ടുണ്ടെന്നറിയാം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മളെ മാതാപിതാക്കളും പൂശില്ല. എന്തിനാണ് പൂശുന്നത്? ചില കാര്യം നമുക്ക് നേടാൻ വേണ്ടിയല്ലേ നമ്മൾ പൂശുന്നത്, അല്ലാതെ നമ്മൾ പൂശാൻ വല്ലതും പോകും. ഇവിടെ യേശുപ്പച്ചൻ്റെ ചാരി അങ്ങ് അടുത്ത് എന്നിട്ട് കർത്താവിനോട് ചോദിക്കാൻ. അടുത്തവർ ചോദിച്ചേ, വായിച്ചേ. കർത്താവേ, അത് ആരെന്ന് ചോദിച്ചു. അടുത്ത് കൊടുക്കുന്നവൻ തന്നെ എന്ന് ഉടനെ യേശു പറഞ്ഞു, മക്കളെ അപ്പം ഒന്നുകൂടെ വായിച്ചേ. അപ്പഖണ്ഡം മുക്കി കൊടുക്കുന്നവൻ തന്നെ എന്ന് യേശു ഉത്തരം പറഞ്ഞു. അപ്പഖണ്ഡം മുക്കി കൊടുക്കുന്നവൻ തന്നെ എന്ന് യേശു പറഞ്ഞു. അടുത്തവര് കണ്ഠം മുക്കി ശീമോൻ ഇസ്കരിയോത്തുവിന്റെ മകനായ യൂദായ്ക്ക് കൊടുത്തു. കണ്ടോ? അപ്പം തന്നെ ഇവർക്കൊക്കെ പിടികിട്ടി. പക്ഷെ പിടികിട്ടിയെങ്കിൽ അങ്ങോട്ട് അത്രത്തോളം അത് വീണില്ല. അടുത്ത വരി വായിച്ചേ. കണ്ഠം വാങ്ങിയ ഉടനെ സാത്താൻ അവനിൽ കടന്നു ഉണ്ടോ? ഇതെല്ലാം വായിച്ചു വന്ന് ഇങ്ങനെ അങ്ങോട്ട് പോകുമ്പോൾ, വായിച്ചു പോയേ, ഞാൻ പറഞ്ഞ ഇവിടെ ഒന്നും നിൽക്കത്തില്ല, വായിച്ചു പോയേ. സാത്താൻ അവനിൽ കടന്നു. യേശു അവനോട്, നീ ചെയ്യുന്നത് വേഗത്തിൽ ചെയ്യുക എന്ന് പറഞ്ഞു. എന്നാൽ ഇതിനെ കുറിച്ച് പറഞ്ഞുവെന്ന് പന്തിയിൽ ഇരുന്നവരിൽ ആരും അറിഞ്ഞില്ല. പണസഞ്ചി യൂദയുടെ പക്കൽ ആകയാൽ പെരുന്നാളിൽ വേണ്ടുന്നത് മേടിപ്പാനോ ദരിദ്രർക്ക് വല്ലതും കൊടുപ്പാനോ യേശു അവനോട് കൽപ്പിക്കുന്നു എന്ന് ചിലർക്ക് തോന്നി. വാങ്ങിയ ഉടനെ അവൻ എഴുന്നേറ്റ് പോയി. അപ്പോൾ രാത്രി ആയിരുന്നു. അവൻ പോയ ശേഷം യേശു പറഞ്ഞത്, ഇപ്പോൾ മനുഷ്യപുത്രൻ മഹത്വപ്പെട്ടിരിക്കുന്നു, ദൈവവും അവനിൽ മഹത്വപ്പെട്ടിരിക്കുന്നു. കണ്ടോ? ഈ കർത്താവായ യേശു ക്രിസ്തു ഇതുപോലെ മഹത്വം ആരിലൂടെ വരണം. നമ്മൾ യോഹന്നാൻ സുവിശേഷം 15 അധ്യായത്തിൽ നമ്മൾ ധ്യാനിക്കും. മനത്ത് കിടക്കുന്ന എന്തൊന്നാണ്? യേശു എന്നിലും ഞാൻ യേശുവിലും വരുമ്പോൾ വളരെ ഫലം കായ്ക്കും. ഈ ഫലം ദൈവത്തിന് മഹത്വമായി മാറും. കണ്ടോ? ഇതിവിടെ യേശുവിന് മഹത്വമായി മാറി. പിതാവിൻ്റെ ഇഷ്ടം യേശുവിലൂടെ വെളിപ്പെട്ടപ്പോൾ ദൈവത്തിന് മഹത്വവും പ്രസാദമായി മാറി. ഇതുപോലെ നമ്മളിലും വരണം. അടുത്ത വരി. അവൻ മഹത്വപ്പെട്ടിരിക്കുന്നു എങ്കിൽ ദൈവം അവനെ തന്നിൽ തന്നെ മഹത്വപ്പെടുത്തും. ക്ഷണത്തിൽ അവനെ മഹത്വപ്പെടുത്തും. കുഞ്ഞുങ്ങളെ, ഞാൻ ഇനി കുറഞ്ഞോന്ന് മാത്രം നിങ്ങളോട് കൂടെ ഇരിക്കും. നിങ്ങൾ എന്നെ അന്വേഷിക്കും. ഞാൻ പോകുന്ന ഇടത്ത് നിങ്ങൾക്ക് വരുവാൻ കഴിയുകയില്ല എന്ന് ഞാൻ യഹൂദന്മാരോട് പറഞ്ഞതുപോലെ നിങ്ങളോടും പറയുന്നു. നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണമെന്ന്. എന്നിട്ട് കർത്താവ് പറയണം, മക്കളെ, ഞാൻ പോകുന്ന ഇടത്ത് നിങ്ങൾക്ക് വരാൻ കഴിയത്തില്ല. അടുത്ത വരി. നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണമെന്ന്. എന്നിട്ട് പറയണം, നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണമെന്ന് കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു. അടുത്ത്, പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു, അടുത്ത് നിങ്ങളെ സ്നേഹിച്ചതുപോലെ. കണ്ടോ? നമ്മുടെ സ്നേഹം എന്തോന്നാണ്? നല്ല ആൾക്കാരെ കണ്ടാൽ സ്നേഹിക്കും ഇല്ലേ? നമ്മളെ സഹായിക്കുന്നവരെ കണ്ടാൽ നമ്മൾ സ്നേഹിക്കും ഇല്ലേ? അങ്ങനെയല്ലേ? പക്ഷേ യേശു പറഞ്ഞു, നീ സ്നേഹിക്കാൻ പറഞ്ഞു, പക്ഷെ നിന്റെ സ്നേഹം ഇതുപോലെ അല്ല. ഞാൻ എങ്ങനെ നിന്നെ സ്നേഹിച്ചു? യേശു എങ്ങനെ എന്നെ സ്നേഹിച്ചേ? ഈ ലോക തോൽവിയായിരുന്ന എൻ്റെ കൂടെ നടന്ന് എന്നെ എത്ര ഇഷ്ടമാണെന്ന് പറയണമെങ്കിൽ, സ്തോത്രം, ഈ ലോകത്തിലെ ഒറ്റ മനുഷ്യനും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു സ്വഭാവമല്ലാത്ത എൻ്റെ സ്വഭാവത്തെ യേശുപ്പച്ചൻ ഇറങ്ങി വന്ന് ചികിത്സിച്ച് എന്നെ ഇത്രത്തോളം സ്നേഹിച്ചെന്ന് പറഞ്ഞാൽ, ശാലിനി, ഈ ലോക തോൽവി ആയവരെ സ്നേഹിക്കണമെന്നാണ് ഇതിൻ്റെ അർത്ഥം. ഹല്ലേലൂയ. ഞാൻ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കണം. അടുത്ത്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം എന്ന് തന്നെ. അടുത്ത വരി. നിങ്ങൾക്ക് തമ്മിൽ സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാർ എന്ന് എല്ലാവരും അറിയും. കണ്ടോ? എല്ലാവരും അറിയണമെങ്കിൽ തമ്മിൽ അപ്പം നമ്മൾ പറയും, ഒരു സ്തോത്രം പറഞ്ഞ സ്നേഹം, സ്തോത്രം പറയണം. പക്ഷെ അത് കൊണ്ട് മാത്രം സ്നേഹം വെച്ചിട്ടുണ്ട്, എല്ലാവരും കാണുന്നതുകൊണ്ട് ഞാൻ സ്തോത്രം പറഞ്ഞത്, അങ്ങനെയല്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കയ്യിൽ പിടിക്കുന്നത് എനിക്കിഷ്ടമല്ല എന്ന് പറയുന്ന സ്നേഹമല്ല. കർത്തൃമേശ കഴിഞ്ഞ് ചുംബനം കൊടുക്കുമ്പോൾ അങ്ങോട്ട് തിരിഞ്ഞ് ഇനി എല്ലാവരും കാണുകയല്ലേ, ഇനിയിപ്പോൾ കർത്തൃമേശ കഴിഞ്ഞല്ലേ ബിംബിഷ്ട, അതല്ല. അകത്ത് ഒന്ന് വെച്ചുകൊണ്ട് കൊടുക്കുന്നതല്ല വിശുദ്ധ ചുംബനം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. നമ്മൾ കൊടുക്കുമ്പോൾ അകം ക്ലീൻ ആയിരിക്കണം, ദൈവം പ്രസാദിക്കണം. ഹല്ലേലൂയ. അടുത്ത വാക്യം വായിച്ചേ.
ശിമോൻ പത്രോസ് അവനോട് കർത്താവേ നീ എവിടെ പോകുന്നു ചോദിച്ചതിന് നീ എവിടെ പോകുന്നു എന്ന് ചോദിച്ചതിന് ഞാൻ പോകുന്ന ഇടത്തേക്ക് നിനക്ക് ഇപ്പോൾ എന്നെ അനുഗമിപ്പാൻ കഴിയുകയില്ല. കണ്ടോ, യേശുവും പറഞ്ഞു, മക്കളെ ഞാൻ പോകുന്നിടത്ത് നിനക്ക് ഇപ്പം വരാൻ പറ്റത്തില്ല. അടുത്ത് പിന്നത്തേതിൽ നീ എന്നെ അനുഗമിക്കും. പിന്നത്തേതിൽ നീ എന്നെ അനുഗമിക്കും. അടുത്ത് എന്ന് യേശു അവനോട് ഉത്തരം പറഞ്ഞു. അടുത്ത് പത്രോസ് അവനോട് കർത്താവേ ഇപ്പോൾ എനിക്ക് നിന്നെ അനുഗമിപ്പാൻ കഴിയാത്തത് എന്ത്? ഞാൻ എന്റെ ജീവനെ നിനക്ക് വേണ്ടി വച്ചുകളയും എന്ന് പറഞ്ഞു. കണ്ടോ, ഇതിനെല്ലാം അർത്ഥമുണ്ട്. വേറൊരു ദിവസം പറയാം. അത്ര അർത്ഥമാണ് ഈ പാരഗ്രാഫിന്. അടുത്ത വരി. അതിന് യേശു നിന്റെ ജീവനെ എനിക്ക് വേണ്ടി വച്ചുകളയുമോ? എന്തുകൊണ്ടാണ് യേശുവിനെ അനുഗമിക്കാൻ പറ്റുകയില്ലെന്ന് പറഞ്ഞത്? അതിന്റെ അർത്ഥം നമുക്ക് ഇപ്പം വായിക്കുമ്പോൾ എത്രത്തോളം നിങ്ങൾ ഗ്രഹിച്ചെന്ന് അറിഞ്ഞൂടെ. പിന്നൊരു ദിവസം നമുക്ക് ദൈവം തരുമ്പോൾ അത് ധ്യാനിക്കാം. അടുത്ത വരി. ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു. ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു. നീ 3 പ്രാവശ്യം എന്നെ തള്ളി പറയുവോളം കോഴി കൂവുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ അവനെ അത്രയും സ്നേഹിച്ചില്ല. അടുത്ത വരി. നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകും. ഇത്രയും പറഞ്ഞിട്ടാണ് യേശു പറഞ്ഞത്, നിങ്ങളുടെ ഹൃദയം. തൊട്ടു മുമ്പ് എന്താണ്? യേശുവിൻ്റെ ഉള്ളം കലങ്ങി. ഈ 14 പറയുന്നു ഉള്ളം കലങ്ങി. യേശു പറയുന്നു നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്. നിങ്ങൾ പോകുന്ന വഴിക്ക് വരുന്ന വഴിക്ക് പല വിഷയങ്ങളിലൂടെ കടന്നു പോകും. പക്ഷെ നിങ്ങളുടെ ഉള്ളം എന്ത് ചെയ്യില്ലേ? കലങ്ങരുത്. അടുത്ത വരി. ദൈവത്തിൽ വിശ്വസിപ്പിൻ. അടുത്ത് എന്നിലും വിശ്വസിപ്പിൻ. അടുത്ത് എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഒരു വാസസ്ഥലമല്ല, അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. അടുത്ത് ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങൾ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. അടുത്ത വരി. ഞാൻ പോകുന്ന ഇടത്തേക്കുള്ള വഴി നിങ്ങൾ അറിയുന്നു. കണ്ടോ, അടുത്ത വരി. തോമസ് അവനോട് കർത്താവേ നീ എവിടെ പോകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നില്ല, പിന്നെ വഴി എങ്ങനെ അറിയുമെന്ന് പറഞ്ഞു. അടുത്ത വരി. യേശു അവനോട് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. കണ്ടോ, യേശുവാകുന്ന സത്യം. അപ്പൊ നമുക്ക് പിതാവിന്റെ അടുത്ത് പോകണമെങ്കിൽ വഴി ഏതാ? യേശുവാണ്. യേശു എങ്ങനെ ഈ ഭൂമിയിൽ നടന്നോ ആ നടപ്പിലൂടെ നടന്നാൽ മാത്രമേ എവിടെ പോകാൻ പറ്റൂ. അത് വേദപുസ്തകത്തിനകത്തുണ്ട് യേശുവിൻ്റെ നടപ്പ്. ഹല്ലേലൂയ. ഞാൻ തന്നെ വഴി, ഞാൻ തന്നെ സത്യം, ഞാൻ തന്നെ ജീവൻ. യേശു എന്ത് സംസാരിച്ചു, യേശു എന്ത് നടന്നു, എങ്ങനെ നടന്നു, യേശു എങ്ങനെയാണ് ഇടപെട്ടത്? യേശു തന്നെ വഴി. ആ വഴിയിലൂടെ, ആ വചനത്തിലൂടെ, ആ സത്യത്തിലൂടെ, ഓ സ്തോത്രം, ആ കർത്താവിൻ്റെ ജീവൻ പ്രാപിച്ച് കർത്താവിൻ്റെ വചനപ്രകാരം പോകുന്ന മക്കൾക്ക് മാത്രമേ കർത്താവിൻ്റെ അടുക്കൽ എത്താൻ പറ്റത്തുള്ളൂ. സ്നേഹിതരെ, ഒരുപാട് വഴികളുണ്ട്, ഒരുപാട് വാതിലുകളുണ്ട്. എല്ലാ വാതിലൂടെയും പോയാൽ, എല്ലാ വഴികളിലൂടെ പോയാൽ യേശുവിൻ്റെ അടുക്കൽ എത്താൻ പറ്റത്തില്ല. പിന്നെയോ യേശുവാകുന്ന വഴിയിലൂടെ, യേശുവാകുന്ന വാതിലിലൂടെ, യേശുവാകുന്ന സത്യത്തിൽ ജീവിച്ചു പോയാൽ മാത്രമേ ആ കർത്താവിൻ്റെ രാജ്യത്തിൽ നമുക്ക് എത്താനായിട്ട് പറ്റത്തുള്ളൂ. അടുത്ത വാക്യം വായിച്ചേ. നിങ്ങൾ എന്നെ അറിഞ്ഞുവെങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു. എന്നറിഞ്ഞ അർത്ഥം എന്താ? യേശുവിൻ്റെ വചനം ഒരാൾ അറിഞ്ഞാൽ ആ വചനത്തിനകത്ത് ആഴത്തിൽ ഇറങ്ങും. യേശുവിൻ്റെ വചനത്തിലൂടെയാണ് നമ്മൾ കൂടുതൽ അറിയുന്നത്. സ്നേഹിതരെ, നമ്മൾ പ്രസംഗം കേൾക്കുന്നവരാണ്, ആരാധിക്കുന്നവരാണ്, അഭിഷേകമൊക്കെ പ്രാപിച്ചവരാണ്, ഇനിയും പ്രാപിക്കേണ്ടവരുണ്ട്. പക്ഷേ ദൈവത്തിന് സ്തോത്രം, കർത്താവിൻ്റെ വചനം വായിക്കുമ്പോൾ കർത്താവ് ആരാണെന്നറിയാം. ഒരാളിൻ്റെ ഹൃദയ രഹസ്യങ്ങൾ മുഴുവനും ഒരു പേപ്പറിൽ എഴുതി നമ്മുടെ കയ്യിൽ തന്നാൽ നമ്മൾ വായിച്ചിട്ട് പറയും, ഓ ഇത്രയും പാവമായിരുന്നല്ലേ. പറയത്തില്ലേ, പൊട്ടക്കള്ളമായിരിക്കും പകുതി എഴുതി വെച്ചിരിക്കുന്നത്. ദൈവത്തിന് ഇത്രയും പാവമായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കൂല്ലേ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ എൻ്റെ യേശു ഇതിനകത്ത് തൻ്റെ ഹൃദയം മുഴുവൻ, തൻ്റെ ജീവിതം മുഴുവൻ എഴുതി വെച്ചിരിക്കുക. ഇത് വായിക്കുമ്പോൾ നമുക്ക് പൊട്ടക്കള്ളമല്ല, ഇത് സത്യം തന്നെയാണ്. ഇത് എന്നിൽ പകരണം. ജീസസ്, ഹല്ലേലൂയ. ഇതുപോലെ ആകണം എൻ്റെ ജീവിതം, എൻ്റെ എല്ലാ പ്രവൃത്തികളും ക്രിസ്തുവിനെ പോലെ ആകണം. ഹല്ലേലൂയ. വരി ഒന്നുകൂടെ വായിച്ചേ. നിങ്ങൾ എന്നെ അറിഞ്ഞുവെങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു. കണ്ടോ, എന്നെ നിങ്ങൾ അറിയുന്നില്ല, ഞാൻ നിങ്ങളുടെ കൂടെ നടക്കുന്നുണ്ട്, വചനം വർഷങ്ങൾ കൊണ്ട് കേൾക്കുന്നുണ്ട്, ബൈബിൾ ഒരുപക്ഷെ വായിക്കുന്നുണ്ടായിരിക്കാം, പക്ഷെ നിങ്ങൾക്ക് അറിയത്തില്ല. അറിയുമായിരുന്നെങ്കിൽ, എങ്ങനെ അറിയാമായിരുന്നു? അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ എങ്ങനെ ആയിരിക്കുമായിരുന്നു? കർത്താവിന് അതെനിക്ക്, എൻ്റെ കർത്താവിന് അങ്ങനെ ഇടപെടുന്നത് ഇഷ്ടമല്ല, അതെനിക്കും വേണ്ട, മാറുമായിരുന്നു. എൻ്റെ സ്വഭാവത്തിനകത്തൊരു മാറ്റം വരുമായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ഞാൻ കർത്താവിനെ അറിഞ്ഞെന്ന് എങ്ങനെ അറിയാം? അടുത്ത വരി വായിച്ചേ. ഇന്നു മുതൽ നിങ്ങൾ അവനെ അറിയുന്നു, അവനെ കണ്ടുപിടിക്കുന്നു എന്ന് പറഞ്ഞു. അടുത്ത വരി. അവനോട് കർത്താവേ പിതാവിനെ ഞങ്ങൾ കാണിച്ചു തരണം, എന്നാൽ ഞങ്ങൾക്ക് മതി എന്ന് പറഞ്ഞു. അടുത്ത വരി. യേശു അവനോട് പറഞ്ഞത്, ഞാൻ ഇത്ര കാലം
നിങ്ങളോട് കൂടെ ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലയോ ഫിലിപ്പോസ്? കർത്താവിന് സങ്കടം വന്നു. മക്കളെ, എത്രയോ വർഷം കൊണ്ട് നീ എൻ്റെ കൂടെ നടക്കുന്നു, എന്നിട്ടും നിനക്ക് അറിയത്തില്ലയോ? നീ എന്നെ അറിയുന്നില്ലയോ? കണ്ടോ ഫിലിപ്പോസേ, നിനക്ക് എന്നെ അറിയത്തില്ലയോ? ഞാൻ എങ്ങനെ സംസാരിക്കും നിനക്കറിയത്തില്ലയോ? എൻ്റെ പ്രാർത്ഥന എങ്ങനെ നിനക്കറിയത്തില്ലയോ? എൻ്റെ ശുശ്രൂഷ എങ്ങനെ നിനക്കറിയത്തില്ലയോ? സ്വോത്രം, ഞാൻ മാതാപിതാക്കളുടെ നടുവിൽ എങ്ങനെയായിരുന്നു നിനക്കറിയത്തില്ലയോ? ഞാൻ സ്ഥാനപ്പെട്ടത് എങ്ങനെയായിരുന്നു നിനക്കറിയത്തില്ലയോ? എൻ്റെ പിതാവിൻ്റെ ഇഷ്ടമാണ് ഞാൻ ചെയ്യുന്ന അറിയത്തില്ലയോ? ദൈവഹിതമല്ലാത്ത ഒന്നും എന്നിലൂടെ വരുന്നില്ല എന്ന് നിനക്കറിയത്തില്ലയോ? ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ആളാണെന്ന് നിനക്കറിയത്തില്ലയോ? ഞാനാണ് മരിക്കേണ്ടത് നിനക്കറിയത്തില്ലയോ? ഞാൻ തന്നെ വഴി സത്യവും ജീവനുമാണെന്ന് നിനക്കറിയത്തില്ലയോ? എന്നിലൂടെ അല്ലാതെ സ്വർഗത്തിൽ ഒറ്റ ആൾ എത്തുകയില്ലെന്ന് ഇത്രയും ദിവസം വന്നിട്ടും. കണ്ടോ, പള്ളിയിൽ വരുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്, വചനം കേൾക്കുന്നുണ്ട്, മറ്റ് മീഡിയകളിലൂടെ വചനം കേൾക്കുന്നുണ്ട്, വചനം വായിക്കുന്നുണ്ട്, ഇതുവരെ ആരെ പരിചയമില്ല. വചനം വായിക്കുന്നുണ്ട്, ദൈവത്തിന് സ്തോത്രം, വചനം വായിക്കുന്നുണ്ട്, പക്ഷെ ഒരു കാര്യവും അറിയത്തില്ല. ദൈവത്തിന് സ്തോത്രം. നോക്കിയേ, നമുക്കറിയാം ബാലരമയിലാണോ എന്തോ ഒന്നില്ല, ബോബനും മോളി ഉണ്ടല്ലോ ഇല്ലേ? ദൈവത്തിന് സ്തോത്രം. അവിടെ ഒരു 2 കാർട്ടൂൺ വരച്ചിട്ട് ബോബനും മോളിയും. നമുക്ക് ബോബനും മോളി എന്നൊരു ആളിനെ കാണാൻ പറ്റുമോ? ഇല്ല. കാർട്ടൂൺ കാണും, ഇത് ബോബൻ അല്ലേ? ദൈവത്തിന് സ്തോത്രം. ഇതുപോലെയാണെന്ന് ബോബനും മോളിയെന്നൊരു ഔട്ട്ലൈൻ മാത്രം കിടക്കുന്നു, എന്താണെന്ന് അറിയത്തില്ല. യേശു പറയുന്ന മക്കളെ, നീ ഇത്രയും കാലം എൻ്റെ കൂടെ വന്നിട്ടും ഞാൻ ആരാണെന്ന് നിനക്കറിയത്തില്ല. കണ്ടോ, അറിയേണ്ടതുപോലെ അറിഞ്ഞില്ല. അറിയേണ്ടതുപോലെ അറിയുന്നവന് മാറ്റം വരും. അറിയേണ്ടതിൽ അറിയുന്നവൻ്റെ ജീവിതത്തിനകത്ത് ജീവിതത്തിനകത്തും ഒരു മാറ്റം വരും. ഇന്ന് പകൽക്കാലം ദൈവം നമ്മളോട് ചോദിക്കണം, മക്കളെ, നീ വർഷങ്ങൾ കൊണ്ട് ആരാധിക്കുന്നുണ്ട്, പക്ഷെ നിനക്ക് എന്നെ അറിയാമോ? ഞാൻ ആരാണെന്ന് നിനക്ക് അറിയാമോ? ഞാൻ എങ്ങനെയുള്ളവനെന്ന് നിനക്ക് അറിയാമോ? ഓ സ്തോത്രം. എനിക്ക് എന്തിനൊക്കെ പറ്റുമെന്ന് നിനക്കറിയാമോ? ഞാൻ എങ്ങനെ ജീവിച്ചു എന്ന് നിനക്കറിയാമോ? ഞാൻ എങ്ങനെ സംസാരിച്ചു എന്ന് നിനക്കറിയാമോ? ദൈവത്തിന് സ്തോത്രം. പത്രോസ് ഒരിക്കൽ യേശുവിൻ്റെ അടുക്കൽ വന്ന് സംസാരിക്കുമ്പോൾ, സാത്താൻ എന്നെ വിട്ടു പോകുന്ന യേശുവൻ പറഞ്ഞു, നീ ദൈവത്തിൻ്റെതല്ല എന്ന്. നോക്കിയേ, ദൈവത്തിന് സ്തോത്രം. ഒരിക്കൽ യേശു കർത്താവ് വചനം പറയാൻ ഒരു സ്ഥലത്ത് പോകണമായിരുന്നു. അപ്പോൾ ആ ദേശം കർത്താവിനെ ചെല്ലാൻ അനുവദിച്ചില്ല. അപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു, കർത്താവേ, തീ ഇറങ്ങാൻ പറയട്ടെ, നിന്നെ വരാത്തവന്മാർ നമുക്ക് വേണ്ട. കർത്താവ്, നിങ്ങൾ ഏത് ആത്മാവിനെ അധീനർ എന്ന് അർത്ഥം എന്താ? നമ്മളെ യേശുപ്പച്ചനെ പറഞ്ഞവന്മാരെ നമ്മൾ വിടത്തില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? നമ്മളെ പള്ളിക്കാരെ പറഞ്ഞ ഒറ്റ എണ്ണത്തിനെ ഞാൻ വിടത്തില്ല. അപ്പോൾ പള്ളി പ്രമാണിയാണത്, ക്രിസ്തുവിൻ്റെ പൈതലല്ല. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായി? അല്ലല്ല. ഞങ്ങളെ പാസ്റ്ററിനെ പറഞ്ഞ ഒരാളെ ഞങ്ങൾ വിടത്തില്ല. ഓടിയും വെട്ടും കുത്തുമാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, അയാളുടെ പേര് ആരാ? പാസ്റ്ററിനെ ദൈവമായിട്ട് കാണുന്ന ആളാ. യേശുവിനെ ദൈവമായിട്ട് കാണുന്ന ആൾ പറയുന്നു, യേശു കർത്താവ് തന്നെ പറയുന്നു, നിങ്ങൾ ഏത് ആത്മാവിനെ അധീനർ? അവരെ തകർക്കാനാണോ നമ്മൾ വന്നത്? സ്തോത്രം. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായി? ശത്രുക്കളെ സ്നേഹിക്കാൻ പറഞ്ഞ കർത്താവ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മളെ എതിർക്കുന്നവരെ നമ്മൾ തകർക്കാനല്ല, പിന്നെ അവരെ സ്നേഹിക്കാൻ ഒരു കൃപ നമ്മുടെ അകത്തുനിന്ന് വരണം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അടുത്ത വാക്യം വായിച്ചേ. എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. കണ്ടോ, എന്നെ കണ്ടവൻ പിതാവിനെ, യേശുവിനെ യഥാർത്ഥമായിട്ടൊന്ന് കണ്ടാൽ പിതാവിന് അർത്ഥം എന്താ? യേശുവിലുള്ളത് നമ്മുടെ അകത്ത് വന്നാൽ, യേശുവിൻ്റെ വചനം വായിച്ച്, വചനം കേട്ട്, ധ്യാനിച്ച് നമ്മുടെ ജീവിതത്തിനകത്ത് അത് വന്നാൽ, ആ സ്വഭാവമാണ് നമ്മളിലൂടെ വരുന്നതെങ്കിൽ, ആ സ്നേഹമാണ് വരുന്നതെങ്കിൽ, ആ താഴ്മയാണ് വരുന്നതെങ്കിൽ, ആ വിനയമാണ് വരുന്നതെങ്കിൽ, ആ ദീർഘക്ഷമയാണ് നമ്മളിലൂടെ മറ്റുള്ളവർ കാണുന്നതെങ്കിൽ, ഞാൻ പറയാം, എന്നിലൂടെ അവർ കാണുന്നത് വേറെ ഒന്നുമല്ല. യേശു ക്രിസ്തുവിൻ്റെ കൂടെ നടന്ന പത്രോസിനെ കണ്ടപ്പോൾ ജനം ചോദിച്ചു, നീ അവനോട് കൂടെ ഉള്ളവനല്ലയോ? കണ്ടുപിടിച്ചു. കണ്ടോ, ഹല്ലേലൂയ. അവൻ മാറിയെങ്കിലും, ശിഷ്യനായ പത്രോസ് മാറിയെങ്കിലും, ആ സഹോദരിമാർ ചോദിച്ചു, ആ സ്ത്രീകൾ ചോദിച്ചു, നീ അവനോട് കൂടെ ഉള്ളവനല്ലയോ? ഞാൻ പറയാം, ഞാനും നിങ്ങളും പോകുമ്പോൾ, നമ്മുടെ വചന ശുശ്രൂഷ കേൾക്കുമ്പോൾ, നമ്മുടെ പാട്ട് കേൾക്കുമ്പോൾ, നമ്മൾ നിറഞ്ഞല്ല, നമ്മുടെ കർത്താവ് നിറഞ്ഞ് നമ്മളിലൂടെ പാടുമ്പോൾ, മറ്റുള്ളവർ നമ്മളിൽ കാണുന്നത് യേശുവിനെയാണ്, യേശുവിൻ്റെ വചനമാണ്, യേശുവിൻ്റെ സ്നേഹമാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. മറ്റുള്ളവർ അത് കാണുന്നത്, എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, നമ്മളിൽ യേശുപ്പച്ചൻ്റെ സ്വഭാവം നിറഞ്ഞ് മറ്റുള്ളവർ ആ ഫലം കാണുമ്പോൾ, അതിലൂടെ സ്തോത്രം, യേശുപ്പൻ മഹത്വപ്പെടും. അങ്ങനെ കാണുമ്പോൾ ദൈവവും എന്ത് ചെയ്യും? മഹത്വപ്പെടും. യേശുവിനെ കണ്ടവനിലൂടെ ഫലം വരും. കണ്ടോ, ഇതാണ് കണ്ടവൻ്റെ വ്യത്യാസം. യേശുവിനെ ഒരാൾ കണ്ടുമുട്ടി എന്ന് പറഞ്ഞാൽ, ഞാൻ യേശുവിനെ കണ്ടുമുട്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ അറിയാം? നിങ്ങളെല്ലാവരും ഇപ്പോൾ പറഞ്ഞെന്ന് വെച്ചാൽ, ഞാൻ എല്ലായിടം പോയി പറഞ്ഞെന്ന് വെച്ചോ, ഞാൻ യേശുവിനെ കണ്ടുമുട്ടി എന്ന് പറഞ്ഞെന്ന് വെച്ചോ, എന്താണ് തെളിവ്? കണ്ടുമുട്ടിയതിൻ്റെ തെളിവ് ഫലം വരും. എന്ന് പറഞ്ഞാൽ കർത്താവിലുള്ളത് നമ്മളോട് വരും. വന്നില്ലെങ്കിൽ കണ്ടെന്ന് പറഞ്ഞെങ്കിലും ബോബനും മോളിയെ പോലെയാണ് കണ്ടത്. ഒരൗട്ട്ലൈൻ മാത്രം. കാണേണ്ടും വണ്ണം യേശുവിനെ സൗല് കാണേണ്ടും വണ്ണം കണ്ടപ്പോൾ എന്താ സംഭവിച്ചത് നോക്കിയേ. അപ്പോസ്തലന്മാർ, ഇപ്പോൾ ഫിലിപ്പോസ് കർത്താവിൻ്റെ കൂടെ നടന്ന ശിഷ്യനാണ്. പക്ഷെ അയാൾ ചോദിക്കുന്നു, കർത്താവ് ചോദിക്കുന്നു,
ഞാൻ ഇത്ര കാലം നിന്നോട് കൂടെ ഇരുന്നിട്ട് നീ എന്നെ അറിയുന്നില്ലയോ ഫിലിപ്പോസേ? കണ്ടോ അതിൻ്റെ അർത്ഥം എന്താ? യേശുവിനെ മുഖത്ത് കണ്ടില്ലെന്നാണോ? യേശു യോസഫിൻ്റെ മറിയുടെ മകനാണെന്ന് അതാണോ? അല്ല. മക്കൾ, നിനക്ക് അറിഞ്ഞൂടെ ഞാൻ എങ്ങനെ ജീവിച്ചെന്ന്, ഞാൻ എങ്ങനെ സംസാരിച്ചെന്ന്, ഞാൻ എങ്ങനെ പ്രാർത്ഥിച്ചെന്ന്, ഞാൻ എങ്ങനെയാണ് നിന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഞാൻ മഹത്വം എടുത്തില്ല, ദൈവം എടുത്തു മഹത്വം. ഞാൻ എങ്ങനെ പാദം കഴിയും നിങ്ങൾ അറിയുന്നില്ലയോ? ഞാൻ എങ്ങനെ നിങ്ങളുടെ മുമ്പ് ജീവിച്ചു നിങ്ങൾ അറിയുന്നില്ലയോ? അർത്ഥം എന്താ? നമ്മളിൽ കർത്താവ് നിറഞ്ഞ് നമ്മുടെ ജീവിതം കൊണ്ട് ആരെ വെളിപ്പെടുത്തണം? ഓ ജീസ്, നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലാവുന്ന എനിക്ക് അറിഞ്ഞുകൂടാ. അതിന് നമ്മുടെ അകത്ത് കർത്താവിൻ്റെ സ്വഭാവം വരണം, കർത്താവിൻ്റെ കൃപ ഇറങ്ങണം. സ്തോത്ര ഹല്ലേലൂയ. നമ്മളെ കൊണ്ട് മാത്രമേ അതിനെന്തെങ്കിലും ഒരു മാറ്റം വരത്തുള്ളൂ. കർത്താവിൻ്റെ ശക്തി നമ്മുടെ മേൽ ഇറങ്ങണം, കർത്താവിൻ്റെ കൃപ നമ്മുടെ മേൽ ഇറങ്ങണം. ഫിലിപ്പോസ് പറയണം, അപ്പച്ച എനിക്കൊന്ന് കാണിച്ചു തരണം. യേശു പറയുന്നു, നീ എന്നെ ഇത്രയും ദിവസം കൂടെ നടന്നിട്ടും എന്നെ അറിയുന്നില്ലയോ ഫിലിപ്പോസേ? അടുത്ത വരി എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, പിന്നെ പിതാവിനെ ഞങ്ങൾ കാണിച്ചു തരണം എന്ന് നീ പറയുന്നത് എങ്ങനെ? നോക്കിയേ, അതിൻ്റെ അർത്ഥം എന്താ? യേശുവിൻ്റെ സ്വഭാവം എന്നിലൂടെ മറ്റുള്ളവർ കാണുമ്പോൾ അവർ ആരെ കാണുകയാണ്? യേശുവിനെ കാണുകയാണ്. നോക്കിയേ, ഒരാളിനോട് സുവിശേഷം പറയാൻ യേശു കർത്താവ് എവിടെ പോയി? കിണറ്റിൻ്റെ കരയിൽ പോയി ഇല്ലേ? ഇതുപോലെ ഒരു വ്യക്തി യേശുവിൽ നിറഞ്ഞ് ഒരു വ്യക്തിയോട് സുവിശേഷം പറയുമ്പോൾ അയാളിലൂടെ മശിഹായെ ആ വ്യക്തിക്ക് വെളിപ്പെടുകയാണ്. വെളിപ്പെടുമ്പോൾ ആ സഹോദരി അല്ലെങ്കിൽ ആ സഹോദരൻ കണ്ടത് ആ സുവിശേഷം പറഞ്ഞ ആളിനെ അല്ല, അയാളിരിക്കുന്ന യേശുവിനെയാണ് കണ്ടത്. ഇങ്ങനെ യേശുവിനെ കാണുമ്പോൾ പിതാവും മഹത്വപ്പെടും, പുത്രനും. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? സ്വഭാവത്തിലൂടെ ആയിരുന്നല്ലോ അങ്ങനെ തന്നെ. ഒരു സ്വഭാവം, ഒരു താഴ്മ. ഇത്ര വഴക്ക് പറഞ്ഞിട്ടും അനങ്ങുന്നില്ല, എത്ര തന്നെ മോശം വാക്ക് പറഞ്ഞിട്ടും തിരിച്ച് പ്രതികരിക്കുന്നില്ല. അയാൾ കാണുന്നത് യേശു ക്രിസ്തുവിൻ്റെ സ്വഭാവമാണ്. കണ്ടോ? എന്ത് പറഞ്ഞിട്ടും എത്ര ചീത്ത വിളിച്ചിട്ടും പ്രതികരിക്കുന്നില്ല. അർത്ഥം എന്താ? അയാളുടെ ഇരിക്കുന്ന ആരാ? യേശുപ്പന പ്രതികരിക്കുന്നില്ല. ഇത് കാണുമ്പോഴാണ് മറ്റൊരാൾ 10 പ്രാവശ്യം ക്ഷമിച്ചെന്നല്ല, 14 പ്രാവശ്യം പൊട്ടിച്ചെന്നല്ല, പിന്നെ അവസാനം വരെ സ്നേഹിച്ചു എന്നല്ലേ, അവസാനം വരെ ക്ഷമിച്ചു എന്നല്ലേ. ദൈവത്തിന് സ്വത്രം. നമ്മളിലൂടെ യേശുവിനെയൊക്കെ കാണുന്നത് ഇതുപോലെയാണ് സഹോദരങ്ങളെ. അപ്പം ദൈവം മഹത്വപ്പെടും, യേശു മഹത്വപ്പെടും. ഫിലിപ്പോസിനോട്, മക്കൾ നീ അറിയുന്നില്ല ഇതൊക്കെ? അടുത്ത വരി, ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആകുന്നു എന്ന് നീ വിശ്വസിക്കുന്നില്ലേ? അടുത്ത വരി, ഞാൻ നിങ്ങളോട് പറയുന്ന വചനം സ്വയമായിട്ടല്ല സംസാരിക്കുന്നത്, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തി ചെയ്യുന്നു. നിങ്ങൾക്ക് എത്ര ഈ വചനം മനസ്സിലായി? നമ്മളിൽ യേശു വസിച്ച് ഈ പ്രവൃത്തി ചെയ്യണം. കണ്ടോ? ഹല്ലേലൂയ. യേശുവിൽ പിതാവ് വസിച്ച് ചെയ്തതുപോലെ നമ്മൾ ആര് വസിച്ച് ഈ പ്രവൃത്തി ചെയ്യണം? പ്രസംഗമായിരുന്നാലും പാട്ടായിരുന്നാലും പ്രാർത്ഥനയായിരുന്നാലും കർത്താവിൻ്റെ സന്നിധിയിൽ ഗലാത്യർ 2:20 ഞാൻ യേശുവോട് കൂടെ ക്രൂശിക്കപ്പെട്ടു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, യേശു അത്രേ ജീവിക്കുന്നു. സ്വത്രം. ആ യേശുവിൽ ഞാൻ മറഞ്ഞ് യേശു എന്നിൽ വെളിപ്പെട്ട് എന്നിലൂടെ യേശുവിൻ്റെ സുവിശേഷം മറ്റുള്ളവർ അറിയുവാൻ ക്രിസ്തുവിൻ്റെ ഒരു പാത്രമായി ഞാൻ എന്ത് ചെയ്യണം സഹോദരങ്ങളെ? പുറത്തു വരണം. ദൈവത്തിന് സ്വത്രം. അല്ല എങ്കിൽ ഒരു പ്രയോജനമില്ല. എൻ്റെ അകത്ത് യേശു നിറഞ്ഞാലല്ലേ മറ്റൊരാളിനെ വെളിപ്പെടുത്താൻ പറ്റുള്ളൂ. ഹല്ലേലൂയ. എൻ്റെ അകത്ത് യേശുവിനെ ഞാൻ എങ്ങനെ വെളിപ്പെടുത്തും? ഹല്ലേലൂയ. അടുത്ത വാക്യം വായിച്ചേ. ഞാൻ പിതാവിലും പിതാവ് എന്നിലും എന്ന് എന്നെ വിശ്വസിപ്പീൻ. അടുത്ത് നോക്കിയേ, 2 കാര്യം പറയുന്നു. ഒന്ന്, നീ എന്നിൽ വിശ്വസിച്ചേ. അടുത്ത് പറയുന്നു യേശുവിൻ്റെ. കണ്ടോ? പ്രവൃത്തി പറഞ്ഞാണ്ടോ? അർത്ഥം എന്താ? യേശു പ്രവർത്തിച്ചതെല്ലാം പിതാവിൻ്റെ ഇഷ്ടം. അപ്പം നമ്മളുടെ പ്രവൃത്തി ആരുടെ ഇഷ്ടപ്രകാരം വരണം? വ്യക്തമായിട്ട് എഴുതിക്കുന്നുണ്ടോ? ക്രിസ്തുവിൻ്റെ. നോക്കണം, എന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കണം. കർത്താവേ, ഞാൻ സംസാരിച്ചത്, കർത്താവേ ഞാൻ ജീവിച്ചത്, ഞാൻ എങ്ങനെ ആയിരുന്നു? ദൈവമേ, ഞാൻ അങ്ങേ ആരാധിച്ചത്. യേശു ദേവാലയത്തിൽ പോകുമായിരുന്നില്ലേ? ഞാൻ ചിന്തിക്കണം. യേശു പ്രാർത്ഥിക്കുമായിരുന്നില്ലേ? ഞാൻ ചിന്തിക്കണം. യേശു എങ്ങനെയായിരുന്നു സംസാരിച്ചത്? ഞാൻ ചിന്തിക്കണം. യേശു എങ്ങനെയൊക്കെ നടന്നു, എവിടെയൊക്കെ യേശു പോയില്ല, എവിടെയൊക്കെ യേശു പോയി. അപ്പം ഞാൻ യേശുവിന് ഇഷ്ടമല്ലാത്ത വഴിക്ക് പോകുമ്പോൾ ഇരുന്ന് ചിന്തിക്കണം, കർത്താവേ അങ്ങ് ഈ വഴിയിലൂടെ പോയില്ലല്ലോ. കണ്ടോ? അങ്ങ് ഈ വഴി സംസാരിച്ചില്ലല്ലോ, പക്ഷെ എന്നിൽ വരുന്നു. ആ ഭാഗത്ത് അങ്ങനിൽ നിറയണമേ അപ്പാ, എനിക്ക് ആ ഭാഗം ഒന്ന് നിറയണം. യേശു ഇപ്പം ഇങ്ങനെ എതിർത്ത് സംസാരിച്ചില്ലല്ലോ, എടുത്തു ചാടി സംസാരിച്ചില്ലല്ലോ. യേശു പറയേണ്ടത് മാത്രമല്ലേ പറഞ്ഞുള്ളൂ. യേശു ശിഷ്യന്മാർ പറയുമ്പോൾ ശാന്തമായി കേട്ടുകൊണ്ട് നിന്നല്ലോ. പക്ഷെ എനിക്ക് കേട്ടുകൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല. കർത്താവേ, യേശുപ്പ എന്നോട് മനസ്സലിയണമേ, എൻ്റെ മേൽ ആ കൃപയെ തരണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആര് കൃപ തരും? യേശുപ്പച്ചൻ കൃപ തരും. അടുത്ത വരി വായിച്ചേ. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു. അടുത്ത വരി, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി നോക്കിക്കേ. കണ്ടോ? കർത്താവ് പറഞ്ഞു, മക്കളെ എൻ്റെ പ്രവൃത്തി നിമിത്തം വിശ്വസിച്ചേ. വീണ്ടും പറയുന്നു,
ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു. ഇപ്പോൾ ഫിലിപ്പോസിനോട് മാത്രമല്ല എല്ലാവരോടും പറയുക, നിങ്ങളോട് പറയുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും എന്ന് പറഞ്ഞാൽ കർത്താവ് എന്തൊക്കെ പ്രവൃത്തി ചെയ്യുന്നുണ്ടോ കണ്ടോ. ഒരു കാര്യം മാത്രമല്ല, മരിച്ചവരെ ഉയർപ്പിക്കുന്നത്, ഭൂതങ്ങളെ പുറത്താക്കുന്നതും, പിന്നെ സ്വോത്രം കണ്ണ് കാഴ്ച നമ്മൾ ചിന്തിക്കുന്നത് ഇത് മാത്രമല്ലേ ഒരു വശത്ത്. ഹല്ലേലൂയ. പക്ഷേ ഇത് മാത്രമല്ല യേശു പറഞ്ഞത്. പിന്നെയോ യേശുവിൻ്റെ സ്വഭാവമായിരുന്നാലും, യേശുവിൻ്റെ ജീവിതമായിരുന്നാലും, യേശുവിൻ്റെ പ്രാർത്ഥനയായിരുന്നാലും, യേശുവിൻ്റെ ആരാധനയായിരുന്നാലും, യേശുവിൻ്റെ താഴ്മയായിരുന്നാലും, യേശു മറ്റുള്ളവരെ സ്നേഹിച്ച സ്നേഹമായിരുന്നാലും, ഇതെല്ലാം കർത്താവിലൂടെ വെളിപ്പെടുത്തുകയാണ്. എൻ്റെ കണ്ടോ, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്തൊക്കെ ഉണ്ടോ അതെല്ലാം. അത്ഭുതം മാത്രമല്ല, നമ്മൾ പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കുന്ന എന്താണ്, കർത്താവ് പറഞ്ഞു ഞാൻ വലിയ പ്രവൃത്തി ചെയ്യും. അപ്പോൾ ലാസറിനെ യേശു ഉയർപ്പിച്ചെങ്കിൽ അതിൽ വലിയൊരു പ്രവൃത്തി എനിക്കുണ്ട്. അടുത്ത് ഇന്ന ആളിനെ സൗഖ്യമാക്കിയെങ്കിൽ അതിൽ വലിയ പ്രവൃത്തി ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇത് മാത്രമല്ല ഈ വാക്കിനകത്ത് വരുന്നത്. പിന്നെയോ സ്വഭാവം മുഴുവൻ വരും, താഴ്മ മുഴുവൻ വരും, എളിമ മുഴുവൻ വരും, വിനയം മുഴുവൻ വരും. സ്വത്രം ഏത് പാവിയെ സ്നേഹിക്കുന്ന സ്നേഹം വരും. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏത് സാധുക്കളോടുള്ള ഇഷ്ടം വരും. ഹല്ലേലൂയ. എൻ്റെ ദൈവത്തിന് സ്തോത്രം. നമുക്ക് എത്ര പേർക്ക് മനസ്സിലായെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ദൈവത്തിന് സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, എൻ്റെ കർത്താവിനെ സ്തോത്രം നമ്മളിൽ നിറഞ്ഞ് മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തി കൊടുക്കണം. ഒന്നുകൂടെ വായിച്ചേ, ഇപ്പോൾ വായിച്ച വരി ഒന്നുകൂടെ വായിച്ചേ. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. അടുത്ത് ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നത് കൊണ്ട്, അടുത്ത ശേഷം പറയണം, മക്കളെ ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് അതിൽ വലിയതും അവൻ ചെയ്യും. കാരണം കർത്താവ് പിന്നെ ഒരു ആശയമുണ്ട്. അടുത്ത വരി, നിങ്ങൾ എന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിലും മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും. അർത്ഥം എന്താ? അപേക്ഷിക്കുന്നത് എങ്ങനെ അപേക്ഷിക്കുള്ളൂ? നമ്മളിപ്പോൾ വായിച്ചൂലേ. അപ്പോൾ ഞാൻ ചിന്തിക്കും, കർത്താവേ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്ന വിഷയങ്ങളാണല്ലോ പ്രാർത്ഥിക്കുന്നത്, അങ്ങനെ പ്രാർത്ഥിക്കൂലേ, അങ്ങനെ പറയും, ചിന്തിക്കും. അങ്ങനെയാണെങ്കിൽ അതെല്ലാം തരണ്ടേ. പക്ഷേ ഒരു പൈതൽ യേശുവിലാണെങ്കിൽ അയാൾക്ക് പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് ആത്മാവ് വെളിപ്പെടുത്തി കൊടുക്കും. അത് ദൈവത്തിന് ഇഷ്ടമുള്ള പ്രാർത്ഥനയായിരിക്കും. അതേ വരൂ, അതിൻ്റെ അപ്പുറത്തൊരു പ്രാർത്ഥന വരൂല. ദൈവത്തിന് സ്തോത്രം. ജാതികൾ പ്രാർത്ഥിക്കും പോലെ പ്രാർത്ഥന വരത്തില്ല. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. ഹല്ലേലൂയ. ഇതൊക്കെ എത്രത്തോളം അംഗീകരിക്കാൻ പറ്റുമെന്ന് എനിക്കറിയാം. ഞാൻ സത്യമായിട്ടുള്ള കാര്യങ്ങൾ ഇതിനകത്തുള്ള വെളിപ്പെടുത്തുകയാണ്. അനേകർക്ക് ഇത് കേൾക്കുമ്പോൾ ബുദ്ധിമുട്ട് തോന്നും, ക്ഷീണം തോന്നും, അയ്യോ ഉറക്കം തോന്നും, അയ്യോ ഇത് കുറച്ച് നേരം വന്നിരുന്നു, മെസ്സേജ് നേരത്തെയും കേട്ടുവെങ്കിലും, ദൈവവചനം കേട്ടുവെങ്കിലും എനിക്കൊന്ന് ശക്തിയോടെ ആരാധിക്കാൻ പറ്റാത്ത വചനമാണല്ലോ. ഞാൻ പറയാം, ഈ വചനം ഇതിനകത്തുണ്ടായിരുന്നെങ്കിൽ എല്ലാവർക്കും ആരാധന എന്ത് ചെയ്യുമായിരുന്നു? വെളിപ്പെടുമായിരുന്നു. ഇതങ്ങോട്ട് അകത്തിറങ്ങുന്നില്ല. കാരണം എന്താ? ഇതില്ല, അതുകൊണ്ടാണ് നമുക്ക് അകത്തിറങ്ങാത്ത. ഇതുണ്ടെങ്കിലല്ലേ നമുക്ക് തുള്ളിച്ചാടാൻ പറ്റും. ഒരു ദിവസം ഒരു ആരാധനയ്ക്ക് ഇരിക്കുക, അവിടെ ഒരു വരിയെ വന്നുള്ളൂ. എത്രയോ സമയം ഞാൻ അവിടെ ആരാധനയ്ക്കകത്തിരുന്നു. ഒറ്റ വരി വന്നു, എത്രയോ മണിക്കൂർ ഇരിക്കുക ആരാധനയ്ക്കകത്ത്. അപ്പോൾ അവിടെ ആരാധന നടക്കുന്നു, വചനം പറയുന്നു, കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാവർക്കും സാക്ഷി പറയുന്നെല്ലാം നടക്കുന്നു. പക്ഷെ ഞാൻ ബാക്കാരത്തിരിക്കുകയാണ്. എനിക്ക് ദൈവത്തിൻ്റെ സ്തോത്രം വചനം കേൾക്കാനുള്ള വെമ്പലോടെയാണ് ഇരിക്കുന്നത്. ആകമെന്ന് പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ല. അപ്പോഴുണ്ട് ദൈവത്തിൻ്റെ സ്തോത്രം. അവിടെ ഒരു വചനം പ്രസംഗിച്ചു, ഒരു വരി പറഞ്ഞു. എന്താ വരി എന്നറിയാം? മണിക്കൂറുകൾ ഇരിക്കുകയാണ് ആലയത്തിനകത്ത്, മണിക്കൂറുകൾ ഇരിക്കുകയാണ്. ഞാൻ കേൾക്കുമ്പോൾ ഒരു വരി പറഞ്ഞു, സ്തോത്രം, നിങ്ങളിൽ ആർ എൻ്റെ പാവത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തും. ഒറ്റ ചാട്ടം. എനിക്ക് പിന്നെ അവിടെ നിൽക്കാൻ പറ്റുന്നില്ല. എനിക്ക് ആ വചനം ഇന്നും കത്തുന്നുണ്ട്. അന്ന് കത്തിയ വചനം എത്ര വർഷമായെന്നറിയാം. അന്ന് കത്തിയ വചനം ഇന്നും കത്തുന്നുണ്ട്. കർത്താവായ യേശു ക്രിസ്തു. അപ്പം പിന്നെ എൻ്റെ കണ്ണുനീര് തോരത്തില്ല. അവിടം തൊട്ട് തുടങ്ങിയ കണ്ണീരാണ്. എനിക്ക് അറിയത്തില്ല, അറിഞ്ഞുകൂടാത്ത രീതിയിൽ കണ്ണീര് വന്നു. തുള്ളി ചാടാൻ തുടങ്ങി. എനിക്ക് അറിഞ്ഞുകൂടാ എന്താണ് തുള്ളി ചാടാൻ ഉള്ള കാരണം എന്ന് പറഞ്ഞാൽ, യേശുവിൽ ഒറ്റ എണ്ണത്തിന് പാവം കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അതുപോലൊരു ജീവിതം എനിക്ക് വരണം. എൻ്റെ ആവേശവും എൻ്റെ ദാഹവും എൻ്റെ ആഗ്രഹവും എൻ്റെ കരച്ചിലും എൻ്റെ കണ്ണീരും അതായിരുന്നു, കർത്താവേ എനിക്ക് അങ്ങേ പോലെ ഒന്ന് ആയി തീർന്നാൽ മതി. എൻ്റെ കർത്താവ് ഒരു പാവവും അപ്പച്ചൽ കണ്ടുപിടിക്കാൻ ലോകത്തിൽ ആർക്കും പറ്റിയില്ല. ദൈവത്തിനും പറ്റില്ല, മനുഷ്യനും പറ്റില്ല, സാത്താനും പറ്റില്ല, ആർക്കും പറ്റിയില്ല. അതെൻ്റെ യേശുവിന് മാത്രമേ ഉള്ളൂ. പക്ഷെ എന്നിൽ നോക്കിയാൽ മുഴുവൻ പാവമേ ഉള്ളൂപ്പാ. ഇതുപോലെ ഒന്നാകാൻ നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായി? അതാ പറഞ്ഞു, നമ്മുടെ വിളിയും നമ്മുടെ തെരഞ്ഞെടുപ്പും ക്രിസ്തു നടന്നതുപോലെ നടക്കാനാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് സത്യവചനം കേൾക്കുമ്പോൾ അവർക്ക് ഇങ്ങനെ ഇരിക്കും. നമ്മൾ സ്തോത്രം ചലിക്കാതിരിക്കും പോലെ ഇരിക്കാൻ പറ്റത്തില്ല. അവരുടെ ആഴങ്ങളിൽ നിന്ന് ആത്മാവ് സ്തോത്രം തുള്ളി ചാടിക്കൊണ്ടിരിക്കും. അവരുടെ അകത്തളം കത്തിക്കൊണ്ടിരിക്കും. അവരുടെ അകത്തളം ദൈവവചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അവരുടെ അകത്തളം തുള്ളി ചാടിക്കൊണ്ടിരിക്കും. യേശു തന്ന വചനങ്ങളെ ഓർത്ത് ആനന്ദിച്ചുകൊണ്ടിരിക്കും, സ്തുതിച്ചുകൊണ്ടിരിക്കും, ഹല്ലേലൂയ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കും. അവർക്ക് സ്തുതിക്കാതിരിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ആ വചനം ഒന്നുകൂടെ വായിച്ച്, ഇപ്പോൾ വായിച്ച വചനം
നിങ്ങൾ എന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടത്. എന്തായിരിക്കും അപേക്ഷിക്കുക? ശാലിനി എന്തായിരിക്കും ആ വചനം കേട്ടപ്പോൾ അപേക്ഷിച്ചത്? കർത്താവേ, കണ്ടോ അവിടെ വചനം കേട്ടു, മണിക്കൂറുകൾ കേട്ടു. പക്ഷേ എന്നെ തൊട്ട ഒറ്റ വാക്കാ. ഏത് വാക്ക്? ഹല്ലേലൂയ. എന്നെ തൊട്ട ഒറ്റ വാക്ക്. നിങ്ങളിൽ ആർ എൻ്റെ പാപത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തും. എന്നെ തൊട്ടു ആ വചനം. ഹല്ലേലൂയ. എന്തിന്? ഹല്ലേലൂയ. ഒറ്റ വരി പറഞ്ഞ് തീരുമ്പോൾ ഞാൻ വീണു. ഹല്ലേലൂയ. തകർന്നു, തരിപ്പണമായി. ഞാൻ പറഞ്ഞു, കർത്താവേ, ഹല്ലേലൂയ, അവിടെ ഒരു വിശദീകരണം ഇല്ലായിരുന്നു, ഇങ്ങനെ പറഞ്ഞു പോയതാണ്. പക്ഷേ ഞാൻ അവിടെ കിടന്ന് തകരാൻ തുടങ്ങി. തകർന്ന് വേറെ ഒന്നുമല്ലപ്പാ, ഞാൻ എന്നെ കണ്ടു, യേശുവിനെ കണ്ടു. ഞാൻ എന്നെ കണ്ടപ്പോൾ ഒരു നല്ലതും പറയാനില്ല. യേശുവിനെ കണ്ടപ്പോൾ ഒരു മോശവും ഇല്ല. എന്നെ കണ്ടപ്പോൾ മോശം മാത്രമേ ഉള്ളൂ. എൻ്റെ അപ്പ എന്ന് ഇതൊന്ന് മാറിക്കിട്ടും, എന്ന് ഇതൊന്ന് അങ്ങേപ്പോലെ ഒന്ന് ആകും, എന്ന് ഇതുപോലെ ഒന്ന് ആയി തീരും കർത്താവേ. ഒരു മോശമുള്ള ഒരാളിന് എങ്ങനെ ഈ ക്രിസ്തുവിലുള്ളതൊന്ന് നിറയും? ഓ ജീസസ്, ഹല്ലേലൂയ. പിന്നെ ആ ഒറ്റ വചനം എത്ര മാസം എന്നിൽ കത്തിയെന്ന് ഇപ്പോഴും കത്താറുണ്ട് ചില സമയത്ത്. എത്ര മാസം ഒരു വരി എന്നെ ആഴത്തിലിട്ട് പിടിച്ച് കുരുക്കിയെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു സത്യം ഞാൻ പറയാം. ഓ, എന്നെ തിരഞ്ഞെടുത്തവൻ എന്നെ അറിയുന്നു. ശാലിനി എങ്ങനെ ജീവിക്കണമെന്നും, ശാലിനി എങ്ങനെ എന്നെ തട്ടുന്നതെല്ലാം ഇതുപോലത്തെ വചനങ്ങളാണ്. എന്നെ പിടിച്ച് കുലുക്കുന്നത്, ഉടയ്ക്കുന്നത് എല്ലാം ഞാൻ പറയാം പാപബോധം തരുന്ന വചനമാണ്. ഹല്ലേലൂയ. എന്നെ എപ്പോഴും തള്ളി ഇട്ടിട്ടുള്ളതും അതാണ് സ്നേഹിതരെ. ഹല്ലേലൂയ. നീ ഏറ്റവും കൂടുതൽ എന്നെ പിടിച്ച് കുലുക്കിയിട്ടുള്ള വചനം. ഹല്ലേലൂയ. വലിയ ദൂതുകളോ വലിയൊരു ഇതൊന്നും ആയിരുന്നില്ല അന്ന് മുതൽ ഞാൻ ചിന്തിക്കും ഇന്ന് വരെ. പക്ഷെ എന്നെ ഏറ്റവും പിടിച്ച് കുലുക്കിയിട്ടുള്ളത് ഒരു വിശുദ്ധ പൈതലായി ജീവിക്കുന്ന വരികളും വാക്യങ്ങളും വചനങ്ങളുമാണ്. ഹല്ലേലൂയ. എന്നെ പിടിച്ച് കുലുക്കിയിട്ടുണ്ട്. ആ വചനം എന്നിൽ നിന്ന് ഇളകി പോയിട്ടില്ല. അത് കത്തി ആളി എത്ര അണച്ചാലും, എത്ര ആരെങ്കിലും കൊണ്ടൊന്ന് അണയ്ക്കാൻ നോക്കിയാലും അത് അണയുന്നില്ല. കാരണം എന്നെ വിളിച്ചത് അതിനു വേണ്ടിയാണ്. എങ്ങനെ ക്രിസ്തു എന്നിൽ നിറഞ്ഞ് ക്രിസ്തുവിൻ്റെ ഫലത്തെ വെളിപ്പെടുത്തി ദൈവത്തിൻ്റെ നാമം എന്നിലൂടെ മറ്റുള്ളവർ അറിയാൻ എൻ്റെ ദൈവം എന്നെ കണ്ടിരിക്കുമ്പോൾ, പ്രിയ പൈതലെ, അടുത്ത വാക്യം കൂടെ വായിച്ച്, നമുക്ക് സമയം തീർന്നു. അടുത്ത വാക്യം കൂടെ വായിച്ചേ. നിങ്ങൾ എന്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നത് ഒക്കെയും ഞാൻ ചെയ്തു. അടുത്ത വരി. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ എന്റെ കൽപ്പന നോക്കിയേ. ഇതാണ് അടുത്ത എന്നെ തകർത്ത വചനമാ. നിങ്ങൾക്ക് എന്നോട്, ശാലിനി, നിനക്ക് എന്നോട് സ്നേഹമുണ്ടോ? നീ പറയുന്നത് മാത്രമാണോ? അപ്പോൾ അടുത്ത വരി, നിനക്ക് എന്നോട് സ്നേഹം ഉണ്ടെന്നുള്ളത് ഡ്യൂപ്ലിക്കേറ്റ് അല്ല, ഒറിജിനൽ ആണെങ്കിൽ എൻ്റെ വചനത്തിന് വേണ്ടി നീ മുട്ടും മടക്കും. ഹല്ലേലൂയ. എൻ്റെ വചനം നീ അംഗീകരിക്കും. അത് നിൻ്റെ ജീവിതത്തിനകത്ത് വരാൻ നീ കരയും, നീ പ്രാർത്ഥിക്കും, അതിനുവേണ്ടി നീ ഒരുങ്ങും. അതിൻ്റെ തൊട്ട് താഴെ കൂടെ വായിച്ചേ. ഞാൻ പിതാവിനോട് ചോദിക്കും. നോക്കിയേ, അങ്ങനെ ഞാൻ എൻ്റെ അപ്പൻ്റെ വചനത്തിന് വേണ്ടി ജീവിക്കാൻ ആഗ്രഹിച്ച് കരയുമ്പോൾ എൻ്റെ യേശുപ്പൻ അത് എൻ്റെ ആഴത്തിലുള്ള ആഗ്രഹം കണ്ടിട്ട് പിതാവിനോട് ചോദിക്കും. അവൻ സത്യത്തിന്റെ ആത്മാവെന്ന. നോക്കിയേ, യേശുവിനോടുകൂടെ ജീവിക്കാനുള്ള ഒരു ആത്മാവിനെ എനിക്കൊക്കെ തരും. നിങ്ങൾക്ക് എത്രയൊക്കെ വെളിപ്പെടുന്നുണ്ട്. ആമേൻ. അല്ല എങ്കിൽ നമുക്ക് ആലോചന കേട്ട് ദൂതും കേട്ട് കൈയടിച്ചിട്ട് തിരിച്ചു പോകാം. 2 ദിവസം നിൽക്കും, 3ന്റെ അത് പോകും. പക്ഷേ ഹല്ലേലൂയ, എല്ലാം നമുക്ക് ആവശ്യമാണ്. വചനം അകത്തിറങ്ങിയാൽ, യേശു നിറഞ്ഞാൽ, വചനം നിറഞ്ഞാൽ ദൈവം സ്ഥിരമായ ഒരു ആത്മാവിനെ നമ്മുടെ അകത്ത് ദൈവം തരും. ഈ ആത്മാവ് നമ്മുടെ അകത്തിറങ്ങുമ്പോൾ ആള് മൊത്തത്തിൽ മാറും. കൃപാവരങ്ങളാൽ നിറഞ്ഞു ഒഴുകാൻ തുടങ്ങും. വ്യത്യസ്തമായ ദൈവപ്രവൃത്തി നമ്മളിലൂടെ വെളിപ്പെടണമെങ്കിൽ യേശുവിൻ്റെ കൃപ നമുക്ക് വേണം. ഹല്ലേലൂയ. നിങ്ങൾക്ക് എത്രയൊക്കെ വെളിപ്പെടുത്താൻ എനിക്ക് അറിയത്തില്ല സ്നേഹിതരെ. ഹല്ലേലൂയ. ശാലിനി, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഇതിനകത്തിരിക്കുന്ന ഓരോരുത്തരുടെയും പേര് വിളിച്ച് ചോദിക്കുകയാണ്. മക്കൾ, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? നീ സ്നേഹിക്കുന്നു പറയുന്നെങ്കിൽ, എൻ്റെ വചനം നിന്നിലുണ്ടെങ്കിൽ, ആ വചനപ്രകാരമാണ് നീ ജീവിക്കുന്നതെങ്കിൽ, ഞാൻ നിന്നെക്കുറിച്ച് സൈൻ ചെയ്യും. നീ എൻ്റെ പൈതലാണെന്ന്. ഞാൻ തിരഞ്ഞെടുത്തവനെ ഞാൻ അറിയുന്നു. ആ വരി എന്നെ തൊട്ട് പിടിച്ചോണ്ടിരിക്കുക. ഞാൻ തിരഞ്ഞെടുത്തവനെ ഞാൻ അറിയുന്നു. തിരഞ്ഞെടുത്തവർ കർത്താവിൻ്റെ സന്നിധി ഇരിക്കും, മുട്ടുമടക്കും, ആ ദൈവശക്തിയാൽ നിറയും, അവർ ആത്മാവിൽ ജ്വലിക്കും, അവരുടെ ജീവിതത്തിനകത്ത് വലിയൊരു മാറ്റമുണ്ടാകും. അവർ പ്രാർത്ഥിക്കും. എന്തിനു വേണ്ടി? യേശുവിൻ്റെ മഹത്വമായി മാറാൻ അവർ പ്രാർത്ഥിക്കും. അപ്പോൾ കർത്താവ് എന്ത് ചെയ്യുന്നറിയാമോ? കർത്താവിനെ സ്നേഹിക്കാൻ, കൽപ്പനകൾ പ്രമാണിക്കാൻ മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്നവന് വേണ്ടി പിതാവിനോട് യാചിക്കും. ആ പരിശുദ്ധാത്മാവിനെ പിതാവിനോട് ചോദിച്ചു വാങ്ങി. അടുത്ത വരി ഇവിടെ വായിച്ചേ. അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളുടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. കണ്ടോ? എന്നേക്കും മതി കൂടെ ഇരിക്കാൻ. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾക്ക് മനസ്സിലായാലോ ആയില്ലെങ്കിലും ഞാൻ പറയാം സ്നേഹിതരെ, ഒരു ഡ്യൂപ്ലിക്കേറ്റ് ജീവിതം നമുക്ക് വേണ്ട. യേശു നമ്മുടെ അകത്തങ്ങ് നിറയട്ടെ. ബാക്കി എല്ലാ കാര്യം ദൈവം നോക്കിക്കൊള്ളും. ഉറപ്പ്. ഞാൻ ഉറപ്പ് പറയുന്നു. എൻ്റെ കർത്താവ് തിരഞ്ഞെടുത്തവരെ
കർത്താവ് അറിയുന്നു. ഓ, അവരെ പിശാചിന് വിട്ടുകൊടുക്കത്തില്ല. ഹല്ലേലൂയ. ഇന്നലെ നമ്മുടെ സഭയിൽ ആരാധനയ്ക്കകത്ത് സുരേഷിന്റെ ഒരു മെസ്സേജ് പറയുമ്പോൾ പറഞ്ഞ ഒരു ദൈവദാസന്റെ അനുഭവം കൂടെ ഞാൻ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നു. 5 മിനിറ്റ് നീങ്ങി, സങ്കടപ്പെടല്ലേ. ദൈവത്തിന് സ്തോത്രം. ആ മെസ്സേജ് ഇങ്ങനെയാണ്: ഒരു ട്രെയിനിൽ 2 പേര് യാത്ര ചെയ്യുമ്പോൾ, ഒന്ന് മന്ത്രവാദി, ഒരുപാട് യാത്ര ചെയ്യുന്നുണ്ട്, ഒരുപാട് യാത്രക്കാരാണ്. സ്തോത്രം. ഒരാൾ മന്ത്രവാദി, ഒരാൾ സാധു സുന്ദർ സിംഗ്. രണ്ടുപേരും ഇരിക്കുകയാണ്. ആ സീറ്റിൽ മന്ത്രവാദി എണീറ്റ് ബാത്റൂമിൽ പോയിട്ട് വന്നപ്പോൾ താൻ ഇരുന്ന സീറ്റിൽ മറ്റൊരാൾ ഇരുന്നു. സ്വത്രം. ആർക്കും ഇരിക്കാൻ പറ്റുന്ന സീറ്റായിരുന്നു, റിസർവേഷൻ സീറ്റല്ല. ഈ മന്ത്രവാദി എണീറ്റ് പോയ സ്ഥലത്ത് മറ്റൊരു ചെറുപ്പക്കാരൻ വന്നിരുന്നു. ചെറുപ്പക്കാരൻ എന്നല്ലേ പറഞ്ഞേ? ചെറുപ്പക്കാരൻ വന്നിരുന്നു. പക്ഷേ ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു, നീ എണീറ്റ് പോ, എൻ്റെ സീറ്റാണ്. അയാൾ പറഞ്ഞില്ല, ഞാൻ എണീറ്റ് പോകത്തില്ല, എന്ത് വന്നാലും എണീറ്റ് പോകത്തില്ല. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഞാൻ മന്ത്രം ചെയ്ത് എന്നെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അയാൾ മന്ത്രം തുടങ്ങി. ഈ ചെറുപ്പക്കാരൻ ആ ഇരുന്ന സീറ്റിന് താഴെ വന്ന് വീണു. ഈ സീറ്റിൽ ഈ മന്ത്രവാദി കയറിയിരുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് സാധു സുന്ദർ സിംഗ് എന്ന ദൈവമനുഷ്യരിക്കുകയാണ്. അയാൾ ആ മന്ത്രവാദിയോട് ചോദിച്ചു, നീ ആ പയ്യനെ മന്ത്രം ജപിച്ച് തള്ളിയിട്ടില്ലേ? ആ മന്ത്രം നീ എനിക്ക് നേരെ ചെയ്യാമോ? എനിക്ക് നേരെ ചെയ്യാമോ? എനിക്ക് നേരെ ചെയ്യാമോ? എനിക്ക് നേരെ ചെയ്യാമോ? ഓ ജീസസ് എന്ന് ചോദിച്ചു. മന്ത്രവാദി ചെയ്യാൻ തുടങ്ങി. മന്ത്രം ചെയ്യാൻ തുടങ്ങി. ഒരു മന്ത്രവും അവസാന അടവ് വരെ മന്ത്രവാദി ചെയ്തു. പക്ഷെ അവസാന അടവും തോറ്റ്. മന്ത്രവാദി പറഞ്ഞു, ചരിത്രത്തിൽ ഇതുവരെ എൻ്റെ മന്ത്രം ഇതുപോലെ ചൊല്ലിയിട്ട് ഫലിക്കാണ്ടിരുന്നിട്ടില്ല. അങ്ങനല്ലേ? ഫലിക്കാണ്ടിരുന്നിട്ടില്ല. പക്ഷെ ഇയാളിൽ ഫലിച്ചില്ല. നിങ്ങൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു, ഞാൻ യേശുവിൻ്റെ പൈതലാ. ഓഹോ, നീ യേശുവിൻ്റെ പൈതലാണെങ്കിൽ, സത്യത്തിൻ്റെ ആത്മാവ് നിന്റെ അകത്ത് ഉണ്ടെങ്കിൽ, ക്രിസ്തുവിൻ്റെ മകനും മകളുമാണെങ്കിൽ, മന്ത്രവാദികളുടെ അവസാന അടവും പയറ്റിയാലും അവൻ തോറ്റു പോകുന്നതല്ലാതെ നമ്മൾ തോക്കാൻ പോകുന്നില്ല. കർത്താവ് പറഞ്ഞു, മക്കളെ, ഞാൻ പിതാവിനോട് ചോദിക്കും, കാര്യസ്ഥനെ ഞാൻ നിന്റെ മേൽ അയക്കും. മന്ത്രം ഫലിക്കത്തില്ല, ക്ഷുദ്രം ഫലിക്കത്തില്ല, ബന്ധനം തകരും, നിന്നെ തൊടാൻ പറ്റത്തില്ല, നീ വിടുവിക്കപ്പെടും. ഞാൻ എൻ്റെ പിതാവിനോട് ചോദിക്കും, അത് നിന്റെ മേൽ അയക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാൻ തിരഞ്ഞെടുത്തവരെ ഞാൻ അറിയുന്നു. ഞാൻ തിരഞ്ഞെടുത്തവരെ ഞാൻ അറിയുന്നു. ഞാൻ തിരഞ്ഞെടുത്തവരെ ഞാൻ അറിയുന്നു. മകനെ, മകളെ, നീ ട്രെയിനിൽ പോകുമ്പോഴും, ബസ്സിൽ പോകുമ്പോഴും, കോളേജിലും, വീട്ടിലും, സ്കൂളിലും, കവലയിലും, ചന്തയിലും, എവിടെ നിൽക്കുമ്പോഴും നീ യേശുവിൻ്റെ പൈതലാണ്. നിന്റെ അകത്ത് യേശുവിൻ്റെ ആത്മാവുണ്ട്. ഉണ്ട്. ഒരു ദുഷ്ടന്റെ പദ്ധതി നിന്നിൽ ജയിക്കത്തില്ല. ഓ ജീസസ്, ജീസസ്, ജീസസ്. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ദൈവത്തിന്റെ ആത്മാവുണ്ട്, കാര്യസ്ഥനുണ്ട്. നിന്റെ ഭാവിക്കോ, നിന്റെ നന്മയ്ക്കോ, നിന്റെ അനുഗ്രഹത്തിനോ, നിന്റെ വിദ്യാഭ്യാസത്തിനോ, നിന്റെ കുടുംബത്തിനോ ഒന്നും സംഭവിക്കത്തില്ല. കർത്താവിൽ നിറയാം. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിൽ നിറഞ്ഞ് കർത്താവിനായി ജീവിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെല്ലാവരെയും ഒരുക്കട്ടെ.